സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. ഹായ്, കർത്താവിന് മഹത്വം. നിങ്ങളെല്ലാവരും വന്ദനം ചൊല്ലുന്നു. നമുക്ക് വീണ്ടും ശാന്തമായിട്ട് തിരുവചന പഠനത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച പഠനത്തിൻ്റെ തുടർച്ച ഇന്നും നമ്മൾ ആരംഭിക്കുകയാണ്. വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഹെൽ എന്ന വിഷയമാണ്. വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ക്രൈസ്തവ ലോകത്ത് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റ് നടക്കുന്ന, കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് നരകം എന്ന വിഷയം. ഒരു പക്ഷേ ഇത് പറയുന്ന വ്യക്തികൾക്ക് ഒരുപാട് അപമാനങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ക്ലാസിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയവും താങ്ങും തണലും ഒക്കെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പം നരകത്തെ സംബന്ധിച്ച് ആരെങ്കിലും ഒന്ന് കൈവച്ചാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ കർത്താവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമുക്ക് സഹിക്കും. പക്ഷേ നരകത്തെ സംബന്ധിച്ച് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ ജീവിതത്തോടും ഒക്കെ അലിഞ്ഞു ചേർന്ന ഒരു വിഷയമാണ് നരകം എന്ന വിഷയം. അപ്പോൾ ഈ വിഷയത്തെ ഞാൻ തൊടുമ്പോൾ എൻ്റെ കൈ പൊള്ളും എന്നെനിക്കറിയാം. ഇത് നമ്മുടെ ഫേസ് വാല്യൂ ഇല്ലാതാക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിവേ, ഞാൻ നരകം ഉണ്ടോ നരകം ഇല്ല, രണ്ട് ചോദ്യങ്ങളുടെ നടുവിലല്ല ഞാൻ നിൽക്കുന്നത്. വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഹെൽ, എന്താണ് ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ നേരത്തെ ഉള്ള നമ്മുടെ എപ്പിസോഡിൽ സൂചിപ്പിച്ചത്, നമ്മൾ ഏതൊരു ഉപദേശം സ്ഥാപിക്കുമ്പോഴും, അത് രക്ഷയുടെ ഉപദേശമാണെങ്കിലും പാപമോചനത്തിൻ്റെ ഉപദേശമാണെങ്കിലും, ഏത് ഉപദേശം നമ്മൾ സ്ഥാപിക്കുമ്പോഴും അത് അവസാനിക്കുന്നത്, അതായത് അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് സ്നേഹനിധിയായ ഒരു പിതാവായ ദൈവത്തെയാണ്, അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വത്തിലേക്കാണ് എല്ലാ ഉപദേശങ്ങളും പോകുന്നത്. അതായത് എപ്പാർട്ട് ഫ്രം ദ ട്രിനിറ്റി നമുക്കൊരു ഉപദേശത്തെ എടുക്കുവാനായിട്ട് കഴിയുകയില്ല. ഉപദേശങ്ങളെല്ലാം ഫോക്കസ് ആകുന്നത് ദൈവ സ്വഭാവത്തിലായിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമ്പോൾ അത് ദൈവത്തെ ബാധിക്കും. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ആ തൃത്വത്തിൻ്റെ മഹത്വത്തെ, ആ ജോയ്, ആ സന്തോഷത്തെ, ആ സ്നേഹത്തിൻ്റെ പ്രവാഹത്തെ, അനന്തമായ ആ ജീവൻ്റെ ആ വലിയ ഒഴുക്കിനെ, ആ ട്രിനിറ്റിയെ, ആ പെരിക്കൊറേസിസിനെ ബാധിക്കും എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞിരിക്കുകയും വേണം. കാരണം ഏതൊരു ഉപദേശവും പോയി എത്തുന്നത് ദൈവത്തിലാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളുമാണ് ക്രൈസ്തവ ലോകത്തിൽ ഒരുപാട് എററായിട്ടുള്ള ഉപദേശങ്ങൾ വരാൻ കാരണം. എല്ലാ ഉപദേശങ്ങളും തെറ്റിയതിൻ്റെയും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തോൽവി നമ്മൾ കാണുന്നെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അത് ദൈവത്തെ സംബന്ധിച്ച റോങ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള പഠനമാണ്. അല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ ഏത് ഉപദേശം എടുത്തോ അത് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ അത് പോയി നിൽക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എന്താണ് നരകം എന്ന വിഷയം? നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം, നിത്യസ്നേഹം എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൊരു നിത്യനരകമുണ്ടോ എന്നത് നമ്മൾ പഠിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർപ്പിക്കൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് വ്യൂ ആണ്, അല്ലെങ്കിൽ ആദിമസഭയിലെ ജുഡായിസം അല്ലെങ്കിൽ എബ്രായ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന എബ്രായിക് കൾച്ചറിൻ്റെ ബേസിൽ നിലനിൽക്കുന്ന ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതാണ് എൻ്റെ തിയോളജി. അതാണ് ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിനകത്താണ് യാഥാർത്ഥ്യങ്ങളുള്ളത്, അതിനകത്താണ് പച്ചയായ യാഥാർത്ഥ്യങ്ങളുള്ളത്. ക്രൈസ്തവ സഭയുടെ ഒറിജിനാലിറ്റി നമ്മൾ കാണുന്ന അവിടെയാണ്. ഇന്ന് ഞാൻ ഈ നരകത്തെക്കുറിച്ചുള്ള 2-3 പ്രധാന വ്യൂസ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകും. നരകം എന്ന വിഷയത്തെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച്
ഈ പഠനങ്ങളെല്ലാം ഉരുവായത്, അതായത് 3 പ്രധാന നിലയിലാണ് ഹെല്ല് എന്ന വിഷയത്തെ വ്യാഖ്യാനിക്കുന്നത്. നരകത്തിന് 3 പ്രധാന വ്യൂസ് ഉണ്ട്. ഒന്ന് ഇൻഫർണലിസം എന്ന് പറയും, ഇൻഫർണലിസം. 2 അനിഹിലേഷനിസം. ഇൻഫർണലിസം എന്ന് പറഞ്ഞാൽ നിത്യമായി നമ്മൾ ശരീരം കൊണ്ട്, അതെങ്ങനെ പറഞ്ഞു തരണ്ടേ, നമ്മുടെ ഈ ഫുൾ അറിവോടുകൂടെ, ഫുൾ സെൻസിൽ നിത്യമായി എന്നേക്കുമായിട്ട് നരകത്തിൽ നമ്മൾ ദണ്ഡന അനുഭവിക്കും എന്ന് പറയുന്ന പഠനത്തെയാണ് ഇൻഫർണലിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പഠനത്തെ ഞാനത് പിന്നെ വിശദീകരിക്കും. രണ്ടാമത്തെ പഠനത്തിൻ്റെ പേര് അനിഹിലേഷനിസം, അനിഹിലേറ്റ് ചെയ്യുക. അപ്പോൾ അനിഹിലേഷനിസം എന്ന് പറയുന്നത് നരകത്തിലോട്ട് ഒരാൾ വീഴുമ്പോൾ ആ അഗ്നിയിൽ എല്ലാവരും അങ്ങ് ഇല്ലാതായി പോവുക എന്ന് പറയുന്ന ഒരു പഠനം. മൂന്നാമത്തെ പഠനം എന്ന് പറയുന്നത് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ഒരു പഠനശാഖയാണ്. യൂണിവേഴ്സലിസം. ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുണ്ട്, യൂണിവേഴ്സലിസത്തെ സംബന്ധിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ ആൾ ചോദിച്ചിട്ടുണ്ട്, ജോൺ ലോറൻസ് ബ്രദറെ, നിങ്ങൾ യൂണിവേഴ്സലിസ്റ്റ് ആണോ? ഞാൻ തൊഴുകയോട് പറയാം, അയ്യോ അല്ലേ അല്ല, ഞാൻ യൂണിവേഴ്സലിസ്റ്റ് അല്ല. കാരണം യൂണിവേഴ്സലിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ തിയോളജിയുടെ പ്രൊഡക്റ്റാണ്, അത് ഈസ്റ്റേൺ തിയോളജിയുടെ പ്രൊഡക്റ്റ് അല്ല. കാരണം ഈസ്റ്റേൺ തിയോളജിക്കകത്ത് ഇങ്ങനെയുള്ള ഒരു കുന്ത്രാണ്ടോ ഉണ്ടാക്കേണ്ട ആവശ്യം അവർക്കില്ല. ഒരു തിയോളജിക്കൽ വേരിയേഷൻസും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഈസ്റ്റേൺ തിയോളജിയുടെ ഭാഗത്തില്ല. നിങ്ങൾ ഈസ്റ്റേൺ തിയോളജി പഠിച്ചു, അതിനകത്ത് കാൽവിനിസം ഇല്ല, അർമേനിയസം ഇല്ല, ആ ഈസം ഇല്ല, ഈ ഈസം ഇല്ല, ഒരു ഈസവും ഇല്ല, ഒന്നുമില്ല. അത് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വെസ്റ്റേൺ ഗോസ്പലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിൽ ഉണ്ടായി വന്നത് മാത്രമാണ്. ഈസ്റ്റേൺ തിയോളജിക്കകം നമ്മൾ പഠിക്കണം. അത് പഠിക്കുമ്പോൾ ഇന്നും അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ്. ഈ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം അതിനില്ല. വലിയ ശബ്ദകോലാഹലം നമുക്ക് ഈസ്റ്റേൺ തിയോളജിയിൽ ഇല്ല. അത് വലിയ ബഹളമില്ല, വലിയ കമൻട്രീസ് ഇല്ല, വലിയ TV ഷോസ് ഇല്ല, വലിയ എന്തു പറയാനാ, വലിയ ജയൻസ് ഇല്ല, ടെലിവിഷൻ പ്രീച്ചേഴ്സ് ഇല്ല, അവർ വലിയ ക്രൂസൈഡ് നടത്താറില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനിറ്റിയുടെ മഹിമ നമ്മൾ കാണേണ്ടത് ഒരിക്കലും ഈ മാസ് ഇവാഞ്ചലിസത്തിലല്ല. ഈ മാസ് ഇവാഞ്ചലിസം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാസ് ഇവാഞ്ചലിസം നടന്നിടത്ത് എങ്ങും തന്നെ ഒരു ദൈവിക റിവൈവലിൻ്റെയോ സ്വർഗീയ കൾച്ചറിൻ്റെയോ ഒന്നും ഒരു പാടും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആഫ്രിക്ക മണ്ണിലൊക്കെ ചെന്നാൽ 50 ലക്ഷം പേരൊക്കെ കൂടിയ മീറ്റിങ്ങുകളുണ്ട്, 50 ലക്ഷം പേര്. പക്ഷെ 50 ലക്ഷം പേര് നടന്ന മീറ്റിങ്ങിലും ഇന്നവിടെ ചെന്നാൽ അവിടെ ഉണർവ് നടന്നതിൻ്റെ ഒരു പേര് പോലും കാണത്തില്ല. അപ്പോൾ ഒരു മാസ് ഇവാഞ്ചലിസം ഒന്നും അല്ലായിരുന്നു കർത്താവിൻ്റെ സഭയുടെ ഒന്നും ലക്ഷ്യം. ഇതൊക്കെ വെസ്റ്റേൺ തിയോളജി കൊണ്ടുവന്ന ഗോസ്പൽ ബിസിനസ്സാണ്. ഗോസ്പൽ ബിസിനസ് തന്നെ പറയാം. അപ്പോൾ ഗോസ്പൽ ബിസിനസ്സിലാണ് നമ്മൾ കാണുന്ന ടെലിവിഷൻ ഇവാഞ്ചലിസം, ഈ മാസ് ഇവാഞ്ചലിസം, ക്രൂസൈഡ്, ഇതൊന്നും ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂവിൽ ആദിമസഭയുടെ പശ്ചാത്തലത്തിൽ ഇല്ലായിരുന്നു. ആദിമസഭ ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാസ് അറ്റാക്കാണ്, അല്ലെങ്കിൽ മാസ് ക്രൂസൈഡ് തന്നെ അറിയാലോ. ക്രൂസൈഡ് കുരിശ് യുദ്ധമാണ്, ഒരു അറ്റാക്കാണ്. ശത്രുപാളയത്തെ അറ്റാക്ക് ചെയ്യുന്നവർ, ഒരു യുദ്ധം പോലെയാണ്. പക്ഷെ ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ വെസ്റ്റേൺ ഗോസ്പലിൽ നിന്ന് ഞാൻ മാറി ഈസ്റ്റേണിലേക്ക് വന്നതിൻ്റെ കാരണം തന്നെ ഇതൊരു പച്ച ഈ നമ്മുടെ സ്വസ്ഥതയുള്ള വെള്ളമാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വ്യൂ എന്ന് പറയുന്ന ഒരു വളരെ മൃദുവായിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഒഴുക്കാണ്. അതിനകത്ത് സംശയങ്ങളില്ല, അതിനകത്ത് ഒരു ഇസമില്ല, അതിനകത്ത് ആർക്കും ചോദ്യം ചെയ്യേണ്ട നിലയിലുള്ള ഒരു ക്രിറ്റിസിസത്തിൻ്റെ ആവശ്യമില്ല. അത്ര മനോഹരമാണ്. എൻ്റെ കേൾവിക്കാരെ ഞാൻ ആ നിലയിലേക്ക് നടത്തുക. കൃത്യമായിട്ട് നമ്മുടെ ലൈഫ് തന്നെ മാറുന്ന, നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ വരുത്തുന്ന ഒരുപാട് മനോഹരമായ അനുഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് പറ്റും. ഒത്തിരി പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം മുതൽ നമ്മൾ പഴയതിനെല്ലാം മറിച്ച് കളഞ്ഞിട്ട് പുതുതായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പം ഈ 3 വ്യൂസാണ് പ്രധാനമായിട്ടുള്ളത്. ഞാനതിനെ ഒന്ന് പ്രധാനമായിട്ട് വ്യാഖ്യാനിക്കാം. അപ്പോൾ യൂണിവേഴ്സലിസം എന്താ പറയുന്നത് ചോദിച്ചാൽ, യൂണിവേഴ്സലിസ്റ്റ് പറയുന്നത് ദർ ഇസ് നോ ഹെൽ. അപ്പോൾ ഹെല്ല് ഇല്ല എന്ന് പറയും. ഇപ്പം ഹെല്ലില്ല എന്നൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞാൽ വാക്യങ്ങളുമായിട്ട് ധാരാളം ആളുകൾ ചാളി എഴുന്നേറ്റ് വരും. അപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ലോ, ഇത് ഇല്ല എന്നൊരു ദർ ഇസ് നോ ഹെൽ എന്ന് പഠിപ്പിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. മറിച്ച്
എന്താണ് ഹെല്ല്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഹെല്ലിനെ കുറിച്ച് എല്ലാവർക്കും വളരെ നല്ല ധാരണകളുണ്ട്. അത് ഒന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വന്നതല്ല. നിത്യമായ ദണ്ഡനം, നിത്യമായ നരകം, നിത്യമായ തീച്ചൂള, അവിടെ ഓയിലിനകത്ത് ഇങ്ങനെ കത്തുന്നുണ്ട്, തീക്കകത്ത്, ഇതെല്ലാം ദൈവവചനത്തിലുള്ള സംഭവങ്ങളല്ല. ഇതെല്ലാം വന്നത് മതങ്ങളിൽ നിന്ന് വന്നതായ, ജാതികളിൽ നിന്ന് വന്നതായ ആശയങ്ങളെ തിരുവെഴുത്തുകളുമായിട്ട് കോർത്തിണക്കി മനുഷ്യർ സ്ഥാപിച്ചതാണ്. പ്രത്യേകിച്ച് എസ്കറ്റോളജി എന്ന ഒരു പ്രധാന വിഷയം, അതായത് അന്ത്യകാല ശാസ്ത്രം, ഭാവികാല ശാസ്ത്രം, ആ ഒരു പഠനത്തിലാണ് ഈ നരകമെന്നത് വളരെ പ്രബലമായിട്ട് ചിന്തിക്കപ്പെട്ടത്. ഇത് ബന്ധമുണ്ട്, വളരെ പ്രധാനം. അതായത് എസ്കറ്റോളജിക്കൽ വ്യൂവുമായിട്ടാണ് നരകം കിടക്കുന്നത്. ചില എസ്കറ്റോളജിക്കൽ വ്യൂസിൽ നരകം ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ വേദശാസ്ത്രം പരാജയപ്പെട്ടു. അപ്പം നരകം എന്നൊരു സംഭവം ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലയിലാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ നങ്കൂരം പോലെയാണ്. അപ്പം ഇവരുടെ യാത്രയിലെ നങ്കൂരമാണ് ഈ നരകം. നരകം എന്ന സംഭവം ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. കാരണം ഇത് എസ്കറ്റോളജിക്കൽ വ്യൂവിൽ ഉണ്ടായി വന്നതാണ്. ഓക്കെ, ഞാൻ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, നേരത്തെ പറയുകയുണ്ടായി വെസ്റ്റേൺ തിയോളജിയും ഈസ്റ്റേൺ. അപ്പം വെസ്റ്റേൺ തിയോളജിയിലെ ഒരു 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 സൈക്കിക് പ്രശ്നം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗം തന്നെ പറയാം. അതിനകത്ത് അതിൻ്റെ കൾച്ചറും അതിൻ്റെ മതവും എന്നൊക്കെ പറയുന്നത് ഈ നരകത്തെ സംബന്ധിച്ച് നിശ്ചയമായിട്ട് അവർക്കുള്ള അറിവ്, അവിടെ തീയുണ്ട്, ബ്രിംസ്റ്റോൺ, അതായത് കൽമഴയുണ്ട്, അല്ലെങ്കിൽ തീയ്, പിന്നെ സൾഫർ, ഗന്ധകം, ഇങ്ങനെ ഇതൊക്കെ കത്തുന്ന ഒരു 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 സ്ഥലം, ഇങ്ങനെ നിരന്തരമായിട്ട് ഇതിങ്ങനെ കത്തുകയാണ്. അതിനകത്ത് മനുഷ്യരിങ്ങനെ നിരന്തരമായിട്ട് കത്തുന്നുണ്ട്. അവരെ ടോർച്ചർ ചെയ്യാനായിട്ട് ഡീമൻസ്, പിശാചുക്കൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉണ്ട്. നിരന്തരമായിട്ട് ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എന്ന് പറഞ്ഞാൽ ഈ നിരന്തരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായി, അതിനെ നിത്യനരകം എന്ന് പറയും. നിത്യനരകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ നിത്യസ്നേഹം പ്രസംഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് പ്രസംഗിക്കുന്നത്. നിത്യനരകം നിത്യമായിട്ട് കത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യൻ ഒരുത്തൻ 10-25 വയസ്സ് വരെ ജീവിച്ചു. അവൻ പാപത്തെ ബോധമായ തന്നെ 20 വയസ്സിന് ശേഷം, ബൈബിളിൻ്റെ ഭാഷയിൽ 20 വരെ അവനെ ശിശുവായിട്ടാണ് കാണുന്നത്. 20-ന് ശേഷമുള്ള 5 വർഷത്തിൽ അവന് കുറേ പാപമൊക്കെ ചെയ്ത് കാണും. ആ പാപം ചെയ്ത് 5 വർഷം പാപം ചെയ്തതിൻ്റെ പേരിൽ ആ ഒരാളിന് നിത്യ യുഗങ്ങൾ. അതിന് നമ്മുടെ ആളുകൾ ഈ ഹൈന്ദവ മതത്തിൽ നിന്നുള്ള ചില ചിന്തകൾ എടുക്കാറുണ്ട്. അവിടെ പശുരോമ സഹസ്രം, അത് നരക എന്ന് പറയുന്ന ഈ ഹിന്ദുക്കളുടെ പഠനത്തിനകത്തുള്ളത്. പശുരോമ സഹസ്രം എന്ന് പറയുന്നത് ഒരു പശുവിൻ്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എണ്ണിയിട്ട് അതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്ര വർഷം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അത്ര എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷം അവൻ എന്തൊക്കെയോ സിനിമ കാണാൻ പോയി, വെറ്റ മുറുക്കി, മൂക്കിപ്പൊടി വലിച്ചു, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ഒരാളെ നിത്യ യുഗങ്ങൾ ഇതിനകത്തിട്ട് കത്തിക്കുകയാണ്. ഈ പഠനങ്ങൾ ഇങ്ങനെ ഇത് വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ നരക ചിന്തകൾ ആദ്യം ഇത് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. ഗ്രീക്കുകാരുടെ യഹൂദന്മാരുടെ കയ്യിൽ കുറച്ചൊക്കെ കൈയിട്ട്. പക്ഷെ നിങ്ങൾ യഹൂദന്മാരുടെ പഠനം നോക്കിയാൽ മതി. യഹൂദന്മാർ ഒരിക്കലും ഈ നരകം, സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ അവരുടെ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല യഹൂദ റബിമാരുടെ പഠനങ്ങളിൽ നോക്കിക്കേ, ഹെല്ലെന്നൊരു വിഷയത്തെ അവർ ഒരിക്കലും നമ്മൾ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നില്ല. കാരണം അവർ ഓർത്തഡോക്സ് ജ്യൂസ്, ഈ കലബുലാന്ന് അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വന്ന ജൂവിൻ്റെ കഥയല്ല. ഓർത്തഡോക്സ് ജ്യൂസ് ഒരിക്കലും നമ്മളിപ്പോൾ പറയുന്ന നിലയിലുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനി പഠിപ്പിക്കുന്ന നരകത്തെ പഠിപ്പിക്കാറില്ല. അവർക്ക് ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് പ്രത്യേകിച്ച് വ്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എസ്കറ്റോളജിക്കൽ വ്യൂവുമായിട്ട്, ഞാനിതെല്ലാം വിശദീകരിക്കാൻ കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് പറയുകയാണ്. എസ്കറ്റോളജിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഭാവികാല ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നരകം വന്നത്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം എന്ന പുസ്തകം, അത് ഭാവികാല ശാസ്ത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട നരകത്തെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് എംഫസൈസ് ചെയ്ത് പ്രസംഗിക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മളിങ്ങനെ പോകുന്ന വഴിയിലാണ് നരകത്തിൻ്റെ പഠനം തന്നെ ആദിമസഭയിലില്ല. ആദിമസഭയിൽ അതില്ല. 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 1-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നു. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ പൗലോസ് എത്രയോ സ്ഥലങ്ങളിൽ അത് പ്രസംഗിക്കേണ്ടത്. പ്രത്യേകിച്ച് അരോപകയ കുന്നിൻ്റെ മുകളിലൊക്കെ ചെന്നിട്ട് നിങ്ങളെ പിശാചിൻ്റെ മക്കളെ, നരകത്തിൻ്റെ വിറവുള്ളികളെ, നീ എല്ലാം കൂടെ പോടാ എന്നൊക്കെ പ്രസംഗിക്കേണ്ടതിന് പകരം അങ്ങനല്ല പഠിപ്പിച്ചത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ സന്തതികളാണെന്ന് നിങ്ങളുടെ കവിവര്യന്മാർ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ആ മാധുര്യം തുളമ്പുന്ന, ആ സ്നേഹത്തിൻ്റെ ആ ലാളനയുള്ള മനോഹരമായ സുവിശേഷം ജാതികളും
അന്യവിഗ്രഹങ്ങളും തിങ്ങിപ്പാർക്കുന്ന ആരാധനയുടെ നടുവിൽ വന്ന് പൗലോസ് പ്രസംഗിക്കുക. അവിടെ എങ്ങും നരകമില്ല, നരകത്തെക്കുറിച്ചുള്ള പഠനങ്ങളില്ല. ഇത് കേൾക്കുമ്പോൾ ഉടനെ നരകമാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കരുത്. നരകത്തെക്കുറിച്ചുള്ള പഠനം പൗലോസ് ഒരിടത്തും ചെയ്തിട്ടില്ല. പൗലോസിന്റെ പ്രസംഗങ്ങളിൽ ഒരിടത്തും നരകമില്ല. ഒരു പദം പോലും താൻ പറഞ്ഞിട്ടില്ല. നരകമെന്നൊരു സംഭവം ഉണ്ടെങ്കിൽ പൗലോസ് ചതിച്ചെന്ന് പറയേണ്ടി വരും. കാരണം ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് താങ്കൾ ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിയില്ല? പുതിയ നിയമ പുസ്തകത്തിന്റെ സിംഹഭാഗവും എഴുതിയ അപ്പോസ്തല ശ്രേഷ്ഠ, താങ്കൾ ക്രൈസ്തവ സഭയെ ചതിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച സുവിശേഷത്തിനകത്ത് ഈ സാധനം ഇല്ലായിരുന്നു എന്നതുകൊണ്ട് താൻ അത് പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് വന്നത് എവിടെ നിന്നാണ്? ഇത് ഗ്രീക്കുകാരുടെ ചിന്തകളിൽ നിന്ന് വന്ന, ഗ്രീക്ക് ചിന്ത എന്ന് ക്രൈസ്തവ സഭയെ അറ്റാക്ക് ചെയ്തോ അന്ന് മുതൽ ക്രൈസ്തവ സഭയുടെ ഗ്രാഫ് താഴോട്ടാണ്. ആള് പെരുകുന്നതല്ല ക്രിസ്ത്യാനിത്വം, ആള് കൂടുന്നതുമല്ല ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിത്വം ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസ് ആകാൻ പറ്റാത്തത് കാരണം നമ്മുടെ ക്രൈസ്തവ ലോകത്ത് സുവിശേഷത്തിൻ്റെ അകത്ത് ഗ്രീക്ക് ചിന്താഗതികളും ഫിലോസഫിയും ജ്ഞാനവാദവും ഒക്കെ വന്നു കയറി പറഞ്ഞതാണ്. കാരണം ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, 5-ാമത്തെ നൂറ്റാണ്ട് ക്രൈസ്തവ സഭ ടേണായത്. 5-ാമത്തെ സഭ രണ്ടായിട്ട് പിളർന്നു. 5-ാം നൂറ്റാണ്ട് സെന്റ് അഗസ്റ്റിന്റെ കാലഘട്ടത്തിൽ, ഇത് നമ്മൾ ചില പറയും റോമിലെ ചക്രവർത്തിയായ ഡൊമിനീഷ്യൻ അല്ലല്ലോ, കോൺസ്റ്റന്റിൻ ചക്രവർത്തിയുടെ കാലത്ത് സഭയ്ക്കകത്ത് കയറി ആനേപോനെ എന്നൊക്കെ പറയും. അതൊന്നും അല്ല വിഷയം. യഥാർത്ഥത്തിൽ സഭയ്ക്കകത്ത് പിരിവ് വന്നത് 5-ാമത്തെ നൂറ്റാണ്ടിലാണ്. ആയിരിക്കാം 400-കളിലാണ്. പ്രധാനത്തെ കാരണക്കാരൻ കോൺസ്റ്റന്റിനൊന്നും അല്ല. പ്രധാന കാരണം ഈ കാലഘട്ടത്തിൽ പല പല വൈരുദ്ധ്യങ്ങൾ ഇതിനകത്ത് വന്നെങ്കിലും ക്രൈസ്തവ സഭയുടെ ഒരു എഴുന്നേൽപ്പെന്ന നിലയിൽ അതിനെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ എഴുന്നേറ്റ ഒരാളാണ് സെന്റ് അഗസ്റ്റിൻ. ഇപ്പോൾ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അത് നിങ്ങൾ ചർച്ച ഹിസ്റ്ററി പഠിച്ചാൽ ചിലപ്പം കത്തോലിക്ക സെയിൻസിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിശുദ്ധന്മാരുടെ ഗ്രഹത്തിൽപ്പെട്ട ആളാണ് ഈ സെന്റ് അഗസ്റ്റിൻ. സെന്റ് അഗസ്റ്റിന്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിനകത്താണ് താൻ ഒരുപാട് തിയോളജി രംഗത്ത് കൊണ്ടുവന്നത്. ആ തിയോളജിയിൽ നരകം ഒരു വലിയ പ്രധാനം. അദ്ദേഹം ഇങ്ങനെയാണ് തിയോളജിയിൽ, അല്ലെങ്കിൽ ആ പുസ്തകത്തിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ദൈവവചനം പറയുന്നത് എന്താ അറിയുമ്പോൾ, നീ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. പക്ഷേ സെന്റ് അഗസ്റ്റിൻ എഴുതിയത് തിന്നുന്ന നാളിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് എഴുതി. മനസ്സിലാകുന്നുണ്ട്? അപ്പം ദൈവത്തെ വേറൊരു നിലയിൽ ചിത്രീകരിക്കുകയാണ്, അപ്പം ഈ ചിത്രീകരിച്ചെന്ന് പറയുന്നത് ദൈവത്തിന് തെറ്റായ ഒരു ചിത്രം കൊടുക്കുക, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിത്രം. അതായത് ദൈവം കൊല്ലുമെന്ന് പറഞ്ഞിട്ട്, ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾ ദയവായിട്ടത് കേൾക്കണം. ദൈവം ഒരിക്കലും, ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, ഈ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഈ ഒരു ചിന്ത, ഈ ഒരു പഠനം എബ്രായ കോൺസെപ്റ്റിൽ ഇല്ല. ഇത് ഗ്രീക്കുകാരുടെ ചിന്താഗതിയിൽ വന്ന ഓൾമൈറ്റി ഗോഡ് എന്നല്ല, ഓംനി പൊട്ടന്റ്, ഓംനീഷ്യൻ ആൻഡ് ഓംനി പ്രസന്റ് എന്ന ദൈവത്തെ സംബന്ധിച്ചുള്ള ഈ ആക്ടിലും എബ്രായന്റെ, മറിച്ച് ഇത് ഗ്രീക്കുകാരുടെ ഫിലോസഫിയിൽ നിന്നുണ്ടായി വന്ന. കാരണം ബൈബിളിൽ ഒരിടത്തും എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ദൈവത്തെ ദൈവം പരിചയപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന് കഴിയത്തില്ല എന്നല്ല പറഞ്ഞാൽ, ദൈവം പരിചയപ്പെടുത്തിയിട്ടില്ല. എല്ലാം അറിയാവുന്നൊരു ദൈവമായിട്ട് ദൈവം ഒരിടത്ത് പോലും പരിചയപ്പെട്ടിട്ടില്ല. യേശു ഭൂമി വന്നപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ വന്നിട്ട് ചോദിക്കുക, അത്തി ഇങ്ങനെ നോക്കുക, എല്ലാം അറിയാവുന്ന ദൈവമാണെങ്കിൽ അത്തിക്കകത്ത് പഴം ഉണ്ടോ നോക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. എല്ലാം അറിയാവുന്ന ദൈവമായിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഈ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യമാകാൻ വന്ന ആ അപ്പനോട് ഈ കുഞ്ഞിന് എത്ര നാളായിട്ട് ഈ രോഗമുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ബൈബിൾ മൊത്തം, യേശുവിൻ്റെ മൊത്തം പഠിച്ചു, അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം എന്ന് പറയും, നമ്മൾ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കും. അല്ല, അവിടെ എങ്ങും ദൈവം താൻ എല്ലാം അറിയാവുന്ന ആളായിട്ട് വന്നൊരു സൂപ്പർ ബീങ് ആയിട്ടല്ല നിന്നത്. വിശക്കുന്ന ദൈവം, ദേഷ്യപ്പെടുന്ന ദൈവം, ഉറങ്ങുന്ന ദൈവം. പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. സങ്കടപ്പെടുന്ന ദൈവം, ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ശരി ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുന്നൊരു ദൈവം. അങ്ങനെ ഒരു ഭയങ്കര ഒരു മോൺസ്റ്ററായിട്ടല്ല നമ്മുടെ കർത്താവിനെ നമ്മുടെ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ സർവശക്തൻ, സർവ്വവ്യാപി, സർവജ്ഞാനി എന്നുള്ള നമ്മൾ പറയുന്ന ചിന്താഗതിയിലല്ല വിശുദ്ധ ബൈബിളിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്നതും ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും. ഞാൻ പറഞ്ഞില്ല, ഈ ചിന്തകളെല്ലാം ഗ്രീക്കുകാരുടെ നിന്ന് നമ്മൾ മുതലെടുത്തതാണ്. അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് കയറിയ ആശയങ്ങളാണ്. ഇതെല്ലാം ചർച്ചയിൽ നിന്ന് ഔട്ടാക്കണം. ഇതെല്ലാം സഭയ്ക്കകത്ത് വന്ന് കയറിയ കീടങ്ങളാണ്. ഇതിനെ ഓരോന്നോരോന്ന് ഔട്ടാക്കി നാം നമ്മുടെ പൂർവികതയിലേക്ക് തിരിച്ചു പോകണം.
നമ്മുടെ പഴയ അനുഭവത്തിലേക്ക്, അതായത് ആ ഏൻഷ്യൻ്റ് എബ്രായിക്ക് പശ്ചാത്തലത്തിലേക്ക്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഓർത്തഡോക്സ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ വെസ്റ്റേൺ വ്യൂവിലെ സുവിശേഷം എന്ന് പറയുന്നത് പെരുവെള്ളമാണ്. എരച്ചിൽ ഒരു വലിയ നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ വെസ്റ്റേൺ ഗോസ്പലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈസ്റ്റേൺ ഗോസ്പലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ശാന്തമായിട്ട് സൗന്ദര്യത്തോടെ ഒഴുകുന്ന, വലിയ ബഹളമില്ലാതെ ഒഴുകുന്ന, മൃദുവായിട്ട് ഒഴുകുന്ന ഒരു സ്ട്രീമായിട്ടാണ് നമുക്ക് ഈസ്റ്റേൺ ഓർത്തഡോക്സ് തിയോളജിയെ പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയത്, ഞാൻ അതുകൊണ്ടാണ് മുമ്പൊരിക്കൽ പറഞ്ഞത്, ഈ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി ആരുമാകാൻ നമ്മൾ തയ്യാറാണ്. കാരണം അതുപോലെ മനോഹരമാണ്. യേശുവിന് ഇത്ര രുചിച്ചറിയാൻ പറ്റിയ വേറൊരു തിയോളജി ഈ പ്രപഞ്ചത്തിലില്ല. ഞാനീ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കുക. അതിനെത്ര മനോഹരതയില്ല. കാരണം ഇത്രയും യേശുക്രിസ്തുവിനെയും ദൈവശാസ്ത്രത്തെയും സുവിശേഷത്തെയും ഒക്കെ മനോഹരമായിട്ട് ഏതൊരു മനുഷ്യനെയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന, കൺസോൾ ചെയ്യുന്ന, എംബ്രേസ് ചെയ്യുന്ന മനോഹാരിതയാണ് നമുക്ക് ഈ ഓർത്തഡോക്സ് ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂവിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന വിഷയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത്. ഗ്ലോറിയസ് ഗോസ്പലിനകത്തും നമ്മളിപ്പോൾ ചില സഹോദരന്മാർ പറയുമ്പോഴൊക്കെ അതിനകത്ത് അറിയാതെ വെസ്റ്റേൺ വ്യൂസ് വരുന്നുണ്ട്. അത് തിരുത്തി പോകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ അതിലെ പ്രിയപ്പെട്ടവരോട് ചിലരോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തായിരുന്നു. കാരണം ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അനദർ പ്രോഗ്രാമാണ്. ഇതിപ്പം കളിയാക്കാൻ കുറച്ച് പേരുണ്ടാകും, ഗ്ലോറിയസ് തട്ടുകട, ഗ്ലോറിയസ് എന്നൊക്കെ പറയാം, അങ്ങനെ ചീത്ത വിളിക്കാനൊക്കെ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ഓരോ വെളിച്ചങ്ങളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുക മാത്രമേ ചെയ്യേണ്ടത്. അപ്പം ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ തേജസ്സിൻ്റെ സുവിശേഷത്തിൻ്റെ ആ മനോഹാരിത കിടക്കുന്നത് താഴെ ആ ലെവലിൽ. നമ്മൾ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറ്റിയിട്ട് ആ ശാന്തമായിട്ട് ഒഴുകുന്ന, ആ അഴുക്കുകളെ ഒഴുക്കിക്കൊണ്ട് പോകുന്ന ആ തെളിഞ്ഞ നീരൊഴുകുന്ന ആ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ വരണം. അവിടെയാണ് അട്രാക്ഷൻ വരുന്നത്. അവിടെയാണ് ജനങ്ങളെ നമുക്ക് നേടാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ രണ്ട് വ്യൂസാണ്. അപ്പോൾ ഈസ്റ്റേൺ വ്യൂവിലാണ് എപ്പോഴും നമ്മൾ ഒറിജിനൽ കണ്ടെത്തുന്നത്. നമ്മൾ പോകുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നത് അവിടെ തന്നെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, വെസ്റ്റേൺ വ്യൂസ് വന്നപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ഇങ്ങനെ തെറ്റായി വന്നു. അങ്ങനെ 12ാമത്തെ നൂറ്റാണ്ട് വന്നപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സഭയ്ക്കകത്ത് കുട്ടി നരകം കയറി വന്നു. പർഗേട്ടറി എന്ന് പറഞ്ഞ ചിത്രം വന്നു. ഇതൊന്നും ഞാൻ വിമർശിക്കാമല്ലോ കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ആരുടെയും കുറ്റമായിട്ട് പറയല്ല. ഇതൊക്കെ സന്ദർഭങ്ങളും തിയോളജിയെ കൊണ്ടുവന്നത്. ഈ നിലവിലുള്ള തിയോളജി കാരണമാണ് ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പല ദൈവശാസ്ത്രത്തെയും തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട് ഒത്തിരി ആളുകൾ. പർഗേട്ടറി വന്നപ്പം അങ്ങനെ ഒരു കുട്ടി നരകം കൊണ്ട് അവനെ അവിടെ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ചിത്രങ്ങളൊക്കെ വന്നു. ഞാനതിനെയൊന്നും വിമർശിക്കാൻ ആളല്ല. അതൊന്നും ഒരു വാക്കുകൊണ്ട് ഞാൻ വിമർശിക്കാൻ തയ്യാറില്ല. കാരണം എൻ്റെ ജോലി അതല്ല. ഞാനത് നിർത്തി. അത് എൻ്റെ സ്നേഹിതരായ ആളുകൾ എന്നെ വെറുക്കും അല്ലെങ്കിൽ ഒരു കുറ്റം പറയുന്നതുകൊണ്ടല്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി ഞാനിവിടെ കിടന്ന് വേണം വെച്ചിട്ടൊന്നും മാറത്തുമില്ല. അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അതിൻ്റെ നടുവിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാമല്ലോ എന്നുള്ള ശ്രമം മാത്രമാണ്. ഇതൊരു കോംപ്രമൈസ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ദിസ് നോ കോംപ്രമൈസ്. ഞാൻ പറഞ്ഞ ട്രൂത്തിനകത്ത് ഐ എം വെരി മച്ച് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഈ 12ാമത്തെ നൂറ്റാണ്ടിലാണ് ഈ സിസ്റ്റം വന്നത്. 13ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ, 14ാം നൂറ്റാണ്ടിലെത്തിയപ്പോഴൊക്കെ ഡാൻഡെ എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതി. ഡാൻഡെയുടെ പുസ്തകത്തിനകത്ത് നിങ്ങൾക്കറിയാം ഡിവൈൻ കോമഡി എന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വേൾഡ് ലിറ്ററേച്ചറിലെ, ഇറ്റാലിയൻ ലിറ്ററേച്ചറിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു ലിറ്ററേച്ചറാണ്. എനിക്കൊന്ന് ഏകദേശം 14,000-ലധികം ലൈൻസ് ഉള്ള വലിയൊരു പുസ്തകമാണ് ഡാൻഡെയുടെ. എൻ്റെ കയ്യിൽ അതിൻ്റെ 1-2 വോളിയംസ് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ വായിച്ചിട്ടില്ല, കാരണം ഇതെല്ലാം കൂടെ വായിക്കാനുള്ള സമയം നമുക്കില്ല. കുറച്ച് ഓവർ വ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഡാൻഡെയുടെ ഈ ഇൻഫർണോ എന്ന് പറയും, ഡാൻഡാസ് ഇൻഫർണോ ഓൺലൈൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഡാൻഡേസ് ഇൻഫർണോ ടെസ്റ്റ് ഓൺലൈൻ എന്നൊരു സംഭവമുണ്ട്. അതിനകത്ത് കൊടുത്താൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്നറിയാം. അങ്ങനെ ഒരു ഓൺലൈനിൽ ഇപ്പം നിങ്ങൾ നരകത്തിൽ പോകുമ്പോൾ ഏത് സ്റ്റെപ്പിൽ നിങ്ങൾ കിടക്കും എന്നൊക്കെ പറയുന്ന വളരെ പഠനങ്ങളുണ്ട്. ഈ ഡാൻഡയുടെ വേറൊരു വിഷയം ഹെല്ലെന്ന് പറയുന്നതിനകത്ത് ഏകദേശം 9 ലെവൽസാണ്. 9 ലെവൽസ്. അതായത് ഡാൻഡെ പഠിപ്പിച്ചത് നരകത്തിന് തന്നെ 9 ലെവലുണ്ട്. ലെവലെല്ലാം കൂടെ ഞാനത് നോക്കിയില്ല. അത് ഇപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന നിലയിൽ എൻ്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. 9 ലെവൽസ് ഉണ്ട്. അപ്പോൾ നരകം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ 9 ലെവൽസാണ്. ഓരോ ലെവലിലും ഓരോ തരത്തിലെ ആളുകളാണ്. പയ്യന്മാരെ, ഉറക്കം തൂങ്ങികളെ, ലസ്റ്റുള്ളവരെ, കോപിക്കുന്നവരെ എന്ന് വേണ്ട ഏത് ടൈപ്പ്. സത്യത്തിൽ ആ ഡാൻഡയുടെ ഇൻഫർണോ അതെ പേര് തന്നെ ഡിവൈൻ കോമഡി എന്നാണ്. ഡിവൈൻ കോമഡി വായിച്ചാൽ
മിക്കവാറും ഒക്കെ നമ്മൾ തന്നെ ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവത്തില്ല, നമ്മളെല്ലാവരും പോക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് അറിയാനായിട്ട്, നിങ്ങൾ നരകത്തിൽ പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടി ആ ഡാൻഡേസ് ഇൻഫർനോസ് ടെസ്റ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇൻ്റർനെറ്റിലുണ്ട്, പോയി ഒന്ന് തപ്പുക. അതിനകത്ത് പോയിട്ട് നിങ്ങളുടെ ഓരോ ക്യാരക്ടർ യെസ് ഓർ നോയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10, 20, 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ നിങ്ങളനുസരിച്ച് ആൻസർ കൊടുത്താൽ അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് പറയാം നിങ്ങൾ ഏത് ഹെവനിൽ, നരകത്തിൽ ഏത് സ്ഥലത്തിൽ പോകും. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഒന്നും അതിനകത്ത് കാണത്തില്ല. നരകത്തിൽ എന്തായാലും പോകും, ഏതെങ്കിലും നിങ്ങളുടെ ഏത് ലെവലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിൽ എന്തോ ചെയ്യുന്നത്, അത് പിന്നെ നിങ്ങളെ ഇത് ശൂലം വെച്ച് കുത്തിയിട്ട് എടുത്ത് തീക്കകത്തിട്ട് എണ്ണയ്ക്കകത്ത് പൊരിക്കുകയാണോ, പിന്നെ പൊരിച്ചിട്ടെടുത്ത് ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. നല്ല രസമാണ്, ഇതൊക്കെ പഠിപ്പിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ ഞാൻ പറയാം, ഇതൊക്കെ പഠിപ്പിക്കാൻ ഇവിടെയൊക്കെ നമുക്കിതൊക്കെ പഠിപ്പിക്കാൻ. അപ്പം ഈ 14-ാം നൂറ്റാണ്ടിൽ ഇത് വന്നപ്പോഴത്തേക്ക് സംഭവം എന്താണെന്ന് അറിയാമോ, ക്രൈസ്തവ ലോകത്തിൽ ഒരു ഭയങ്കര സപ്പോർട്ടായി, ഭയങ്കര പോപ്പുലർ. അതിന് ശേഷം ഇതിൻ്റെയൊക്കെ ബേസിൽ തന്നെ ഒരുപാട് സിനിമകൾ, ഒരുപാട് ഫിലിംസൊക്കെ. ജേക്കബ്സ് ലേഡർ എന്ന് പറയുന്ന ഒരു സിനിമ 1990 ഇറങ്ങി. ജേക്കബ്സ് ലേഡർ, യാക്കോബിൻ്റെ കോവേണി എന്ന് പറയുന്നത്, നരകത്തെ കുറിച്ചുള്ള ഒരുപാട് പഠനമുണ്ട്. വാട്ട് ഡ്രീംസ് മേ കം 1998 ഒരു ഫിലിം ഇറങ്ങി. അതുപോലെ തന്നെ ഒരുപാട് കോമിക്സ് ബുക്കുകൾ ഇറങ്ങി. അതിനകത്ത് അത് ഹെൽ ബ്ലേസർ എന്ന് പറയുന്ന, ഹെൽ ബോയ് എന്ന് പറയുന്ന കുറേ കോമിക് പുസ്തകങ്ങൾ കൊച്ചുങ്ങളെ ഇപ്പം ഈ ഹെല്ല് പഠിപ്പിക്കുക. അത് ഫിലിംസിലൂടെ വന്നു, അത് പിന്നെ കോമിക്സിലൂടെ വന്നു, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഗെയിംസ് വന്നു. ഇൻഫർണോ എന്ന് പറയുന്നൊരു വീഡിയോ ഗെയിംസ് വന്നു, ഇൻഫർണോ. അപ്പം നോക്കുകയാണെങ്കിൽ ഈ ഹെല്ലെന്ന് പറയുന്ന വിഷയത്തെ നന്നായിട്ട് പോപ്പുലറാക്കി. ഇപ്പം മോഡേൺ വേൾഡ് വന്നപ്പോൾ തന്നെ അത് വീഡിയോ ഗെയിംസ് ആക്കി, ഇൻഫർണോ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഓൺലൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡേഴ്സ് ഇൻഫർണോ ടെസ്റ്റ് ഓൺലൈൻ, നിങ്ങൾ പോകുന്നുണ്ടോ, നരകത്തിൽ പോകുമെന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റ്. ഇപ്പം അങ്ങനെ ഇൻഫർണോ മൂവി ഉണ്ട്, ഇൻഫർണോയുടെ മൂവീസ് ഉണ്ട്. സോ മെനി തിങ്സ് അവൈലബിൾ. കാരണം ഇതെല്ലാം എവിടെ നിന്ന് വന്നറിയുമ്പോൾ ഈ നരകത്തിൻ്റെ കോൺസെപ്റ്റിൽ ഇവിടുത്തെ ഈ സോഷ്യൽ വേൾഡ് അത് നന്നായിട്ട് അങ്ങ് ഉപയോഗിച്ച് അവർക്കതൊരു നല്ലൊരു പുതിയൊരു തീമായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹെല്ലെന്ന് പറയുന്ന സംഭവം ഒരു കഥ, ഒരു സത്യത്തിലൊരു റിയാലിറ്റി അല്ലാത്ത ഒരു, ഞാൻ പറഞ്ഞില്ലേ സാത്താൻ എന്ന വിഷയം പോലെ തന്നെ ക്രൈസ്തവ ലോകത്തെ ഏറ്റവും കൂടുതൽ ചതിച്ച ഒരു സബ്ജക്റ്റായത്. ഇതറിയണം. ഞാൻ പറഞ്ഞു, ഇത് അറിയാത്തതിൻ്റെ കാരണം നമ്മൾ ഹെല്ലിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പോയേനെയായിരുന്നു. ക്രൈസ്തവ സഭയിൽ ഈ പൊല്യൂഷൻ ഒന്നും വരത്തില്ലായിരുന്നു. എങ്ങനെ ഈ കറക്റ്റായിട്ട് ആ എബ്രായിക്ക് പശ്ചാത്തലത്തിൽ അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും അപ്പോസ്തലിക പിതാക്കന്മാരും വന്ന ആ വഴികളിലൂടെ തന്നെ പോയിരുന്നെങ്കിൽ, ആ പശ്ചാത്തലത്തിൽ പോയിരുന്നെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ സഭ ഭൂമിയെ ഏദൻ തോട്ടമാക്കിയേനെ. ഈ 2000 വർഷം കൊണ്ട് സ്വർഗം ആയി മാറിയേനെ നമ്മുടെ ഭൂമി. കാരണം 1-ാം നൂറ്റാണ്ടിൻ്റെ 50 വർഷം കൊണ്ട് സുവിശേഷത്തെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചെന്ന, സുവിശേഷം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചു. വെറും 50 വർഷം കൊണ്ട് സുവിശേഷത്താൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ 12 അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞെന്ന. അപ്പം നോക്കിക്കോണം ഗോസ്പലിന്റെ പവർ. പൗലോസ് പറഞ്ഞ എനിക്ക് ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ബിക്കോസ് ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് സാൽവേഷൻ. ഇത് രക്ഷിക്കുന്ന ദൈവശക്തിയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് വളരെ ശക്തിയോടെ പ്രസംഗിക്കുകയാണ്. ലോകം, കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഭൂലോകത്തിലൊക്കെയും എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടെന്നറിഞ്ഞ ഇടങ്ങളിലെല്ലാം സുവിശേഷം വെറുപ്പെടുക മാത്രമല്ല, സുവിശേഷത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടിരുന്നു. അപ്പോൾ 1-ാമത്തെ നൂറ്റാണ്ടിലെ 50 വർഷം കൊണ്ട് അവർ സ്ഥാപിച്ചെടുത്തതിൻ്റെ ഒരംശം, ഇത്രയും മീഡിയയും കഴിവും വിദ്യാഭ്യാസവും അറിവും സാങ്കേതിക വിദ്യയും എസ്റ്റാബ്ലിഷ്മെന്റും ഒക്കെയുള്ള ക്രിസ്ത്യാനിക്ക് അതിൻ്റെ ഒരംശം ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ പോയി. ഞാൻ ഈ പറയുന്നത് ചെവിയുള്ളവർ കേൾക്കുക. ഇതിനകത്തൂടെ കേൾക്കുന്ന ഒരാളുടെയെങ്കിലും ചെവിയിൽ ഈ സന്ദേശം എത്തിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് ഈ സത്യം പോയി കഴിഞ്ഞു. എന്നെ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സത്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ പോയി. നമ്മൾ ഒറിജിനൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ തോന്നുന്നു ഒരു നമ്മുടെ ഒരു അവരുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു. എനിക്കെല്ലാം കേൾക്കാൻ പറ്റിയില്ല. അതിനകത്തൊരു എനിക്ക് തോന്നുന്നു ഒരു ഈ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ഒരാളൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയെങ്കിൽ ഈ കമൻറ്റിലൊന്ന് ഇട്ട് കൊടുക്കാമെങ്കിൽ അത് ആളുകൾക്ക് വായിക്കാമായിരുന്നു. ഞാനത് അന്വേഷിക്കുകയാണ് എന്തായാലും. കാരണം എനിക്ക് ഭയങ്കര ത്രില്ലാണത്. ത്രില്ലെന്ന് പറഞ്ഞാൽ ഒറിജിനൽ സംഭവങ്ങൾ അവിടെ കിടക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല,
ഇതുപോലുള്ള ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അല്ലെങ്കിൽ അവരുടെ ലൈബ്രറിക്കകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം ആർക്കോവോളിയം എന്ന് പറയുന്നത്. ആർക്കോവോളിയം ഈ ആർക്കോവോളിയത്തിൻ്റെ ഒരു കോപ്പി കുറേ വർഷം മുമ്പ് എൻ്റെ കിട്ടി. അത് വലിയൊരു പുസ്തകമാണ്. അതിനകത്ത് ക്രൈസ്റ്റിൻ്റെ ചർച്ച് ഇയർലി യേശുവിൻ്റെ ജനനം മുതലുള്ള 30 വർഷത്തെ ചരിത്രമുണ്ട്. ആ യേശുവിനെ ഗമാലിയയിൽ വന്ന് കാണാൻ വരുന്ന ചരിത്രമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ചെറുപ്പകാലത്തെ ജോസഫിൻ്റെ സംഭാഷണമുണ്ട്. ഇതെല്ലാം ആദിമസഭയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ല. അതിനുശേഷം യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം പിലാത്തോസ് കൈസർക്ക് എഴുതിയ കത്ത്, അവിടെ സംഭവിച്ചതിന് അതൊക്കെ നമ്മൾ വായിക്കണം. നമ്മുടെ ബൈബിളിലൊന്നും അതിനെക്കുറിച്ച് ചിത്രങ്ങളൊന്നുമില്ല. ആ എഴുതിയ ചരിത്രം, അന്നേരം അവിടെ എന്താ സംഭവിച്ചത്, അവിടെ ഇരുന്ന 100 പടയാളികളുടെ തലവൻ ആരായിരുന്നു, ഇങ്ങനെയുള്ള വിശേഷങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ മനോഹരമാണ്. ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല. അത്ര ആർക്കോവോളിയം ആ പുസ്തകങ്ങൾ ഒക്കെ ഇവരുടെ കൈവശമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് പ്രശ്നങ്ങളും യുദ്ധങ്ങളും കൊലവിളിയും മരണവും ഒക്കെ കണ്ട ഈ ഒരു തലമുറയിൽ ഒത്തിരി കാര്യങ്ങൾ അന്യപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടും അല്ല ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് സന്തോഷിച്ചു പോയേനെ. കാരണം പഠിക്കാനെങ്കിലും പറ്റിയേനെയായിരുന്നല്ലോ. ഞങ്ങൾ മാർത്തോമ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ, ഞങ്ങളൊരു പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പായിരുന്നു. മാർത്തോമ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഇൻഫെർണോ എന്ന് പറയുന്ന ഫിലിംസ് ഉണ്ട്. ഇങ്ങനെയെല്ലാം നരകത്തെക്കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ വന്നു. നമുക്കറിയാം വെസ്റ്റേൺ സിവിലൈസേഷൻസ് മാത്രമല്ല ഈ ഇതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. അനേകം മതങ്ങൾ, പ്രത്യേകിച്ച് ഈ മതങ്ങൾ, അതായത് ടാവോയിസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് മിഥോളജിക്കകത്ത് അവിടെ ഈ ടോർച്ചർ ചേംബേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്, ആളുകളെ ഇങ്ങനെ കൊല്ലുന്ന ചേംബറുകളുണ്ട്. അതിനെ വിളിക്കുന്നത് ദിയു. ബുദ്ധമതത്തിലുള്ള നരകത്തിന് പറയുക ദിയു. അതുപോലെ തന്നെ ഹിന്ദു മതത്തിനകത്ത് നരക, അതിന് നരക എന്ന് പറയും. അതിൽ നിന്നാണ് ഈ മലയാളത്തിൽ നരകം എന്ന് ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറയുന്നവരല്ലല്ലോ. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഏതോ ചന്തുമേനല്ലേ ഏതോ ഒരു ഹൈന്ദവ പണ്ഡിതന്മാരൊക്കെയാണ്. അപ്പോൾ അവരാണ് ആ നരക എന്നതിനെ നരകമെന്ന് ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത്, നരകം. പിന്നെ ഇങ്ങനെ അവർ പറഞ്ഞു, അത് നരകയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വൽ ഫയർ ഉണ്ട്, അതിനകത്ത് ബോയിലിംഗ് ഓയിലുണ്ട്, പിന്നെ ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ജനങ്ങളെ ഇങ്ങനെ കുത്താനും നമ്മുടെ ഇങ്ങനെ മുപ്പല്ലി പോലുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം നരകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ ഹൈന്ദവ സംസ്കാരത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ ഖുറാൻ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ പുസ്തകത്തിനകത്തും നന്നായിട്ട് നരകത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതിനകത്ത് നരകമുണ്ട്. അപ്പോൾ നരകമില്ലാത്ത ഒരു മതവും ഇല്ല. മതം നിലനിൽക്കുന്നത് നരകത്തിലാണ്. ശ്രദ്ധിക്കണം, മതത്തിൻ്റെ ഏറ്റവും വലിയ തായ്വേര് പോയി നിൽക്കുന്നത് നരകമില്ലാതെ ഒരു മതത്തിന് നിലനിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തെ എടുത്തു നോക്ക്, അതിൽ നരകം ഉണ്ടാകും. ക്രിസ്തു മതം നിലനിൽക്കണമെങ്കിൽ നരകം വേണം. ക്രിസ്തു മതം നിലനിൽക്കണമെങ്കിലും നരകം വേണം. ക്രിസ്തു മതത്തിൻ്റെ നിലനിൽപ്പ് നരകത്തിലാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം നരകവും സ്വർഗവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രസംഗിക്കുമെന്ന് എന്നോട് ചോദിച്ച ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്. നരകവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം? അപ്പോൾ എന്തോ കഷ്ടകാലം നോക്കണേ അവരുടെയൊക്കെ അവസ്ഥ. നരകം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ടേൺ ഓർ ബേൺ, നിങ്ങൾ ഒന്നുകിൽ തിരിയുക അല്ലെങ്കിൽ ചത്തുപോവുക. ഈ ചിന്തകളിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇല്ല എന്ന് പ്രസ്താവിക്കാനല്ല ഞാൻ വരുന്നത്. ഞാൻ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല, ഇത് പൊതുലോകത്തോട്, വിശുദ്ധന്മാരോട്, സത്യോപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരോടുള്ള എൻ്റെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന കേൾവിക്കാർ എനിക്ക് പകരക്കാരായിട്ട് ആരെങ്കിലും ഒന്ന് ചോദിക്കുക. അവരിത് മറുപടി തരട്ടെ. അവർ തരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. വേദോസത്തിലെ വാക്യം പൊക്കി എടുത്തുകൊണ്ട് വരരുത്. വേദോസത്തിലെ വാക്യമൊക്കെ നമുക്കറിയാം. കൺകോർഡൻസ് കയ്യിലുണ്ടെങ്കിൽ പുസ്തകത്തിലെ വാക്യങ്ങൾ മൊത്തം നമുക്കറിയാം. ഓൺലി ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ വാക്യങ്ങളെല്ലാം റെഫറൻസ് ചെയ്തുകൊണ്ട് ബൈബിളിൽ എവിടെയാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ വേൾഡ് വൈഡായിട്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ സിവിലൈസേഷനിലാണ് ഇത് വളരെ പ്രോംപ്റ്റഡായി മാറിയത്. ഏറ്റവും കൂടുതൽ ഇത് വ്യാപരിക്കുകയാണ്. ഈസ്റ്റേൺ മതങ്ങളിലുണ്ടെങ്കിലും ക്രിസ്തീയ സുവിശേഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ഗോസ്പലാണ് ഇത് സ്വാധീനിച്ചത്. അങ്ങനെ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഡാന്റെയുടെ പഠനം അല്ലെങ്കിൽ ഡിവൈൻ കോമഡി, അത് ക്രൈസ്തവ ലോകത്ത് ഒരുപാട് സന്തോഷം കൊണ്ടുവന്നു. കാരണം നരകത്തെക്കുറിച്ചൊക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ചിന്തകളിലാണ് ആളുകൾ നരകത്തെക്കുറിച്ചുള്ള ദർശനം കാണുന്നത്. അപ്പം നരകത്തെക്കുറിച്ചൊരു തലയിൽ ഒരു ചിന്ത വെച്ചിട്ട് അയാൾ നരകത്തെക്കുറിച്ച് കണ്ടാൽ അയാൾക്ക് അവിടെ ഭൂതവും വാലിനകത്ത് ശൂലമുള്ള ഭൂതം നിൽക്കുകയെന്ന്. അതൊക്കെ നമ്മളിതൊക്കെ വിശ്വസിക്കണം. ഭൂതം അവിടെ ഇങ്ങനെ ടോർമെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം ദൈവം തമ്പുരാന്റെ ഏജന്റുമാരാണ് ഈ നരകത്തിൽ നിൽക്കേണ്ടതെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ് നമ്മൾ. അപ്പം ഒത്തിരി പേര് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വർഗവും നരകവും ഒക്കെ പോയി കണ്ടിട്ട് വരും.
ഈ മിക്കവാറും ഈ സ്വർഗവും നരകമൊക്കെ കൂടുതൽ കാണുന്ന ഈ പെണ്ണുങ്ങളാണ്. ഏതോ പ്രാന്തൊക്കെ കയറിയ ആളുകൾ ഈ പ്രാന്ത് പിടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ പുരുഷന്മാർ കൂടുതൽ പോയി നരകം കാണുമെന്ന് അറിയത്തില്ല. അവന്മാർ എന്തോ പോയി കാണുമെന്ന് അറിയത്തില്ല. കൂടുതൽ ഈ സ്ത്രീകളാണ് കാണുന്നത്. എല്ലാത്തിനും ഓരോ ഇവരെയൊക്കെ സത്യം ഈ നരകത്തിൻ്റെയൊക്കെ ദർശനം കണ്ടവരെ എല്ലാം ഒരു 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 ടെസ്റ്റ് നടത്തണം. അതായത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുമ്പോൾ ഇവരെ ഒരു നുണപരിശോധന നടത്തിയാൽ ഇവർ പറഞ്ഞ എല്ലാം പോഴത്തിലാണെന്ന് മനസ്സിലാവും. കാരണം യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പൗലോസ് പോലും കാണാത്ത നരകമൊക്കെ കണ്ടിട്ട് നമ്മുടെ അടൂരുകാരി പെണ്ണുങ്ങളും ആളുകളൊക്കെ വന്നിട്ട് നിങ്ങൾ പുസ്തകം എഴുതുക, എന്നിട്ട് സ്വർഗത്തിലങ്ങോട്ട് പൂന്തോപ്പുണ്ടെന്നും അതിനകത്ത് കറുത്ത റോസാപ്പൂ ഉണ്ടെന്നും അത് ജനങ്ങൾ വായിച്ച് കരയുന്നു. അപ്പം നോക്കിക്കൊണ്ട് എന്തു വികൃതമായി പോയി നോക്കി ക്രിസ്തീയ ലോകം. കുറേ ആളുകൾ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളും ദർശനമൊക്കെ നല്ലതാണ്. ദർശനത്തിന് സ്വപ്നത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. നിങ്ങളുടെ യൗവനക്കാർ ദർശനം ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണുമെന്നൊക്കെ പറഞ്ഞ ഉടനെ കണ്ണടച്ചിരിക്കുമ്പോൾ നരകം കാണുന്നതല്ല ഒറിജിനൽ സ്വപ്നം. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല, എന്തും നടക്കുന്ന ഒരു ചന്തയാണ് നമ്മുടെ സഭ, എന്തും നടക്കുന്ന ഒരു ചന്തയാണ് ക്രിസ്ത്യാനിത്വം. അതിനകത്ത് ഒരു അടുക്കും ചിട്ടയില്ല, ആർക്കും എന്തും ആകുക, ആരും എന്തും പറയുക, അതങ്ങ് പബ്ലിഷ് ചെയ്യുക, അത് പിന്നെ അത് സത്യമാകുക. ഇതിനകത്ത് കാര്യങ്ങൾ തിരിച്ച് ചിന്തിക്കാൻ ആരും വരുന്നില്ല. ചിന്തിക്കുന്നവരെ അവർ അന്നേരം ബോയ്ക്കോട്ടെ, അവരെ അന്നേരം എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് പുറത്താക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാൻ മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഹെല്ലെന്ന വിഷയത്തെ ഒത്തിരി വെസ്റ്റേൺ ഗോസ്പൽ നിറച്ച് അത് എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ തിയോളജിയുടെയും എൻഡിൽ അവരുടെ സാൽവേഷൻ എൻഡ് ചെയ്യുന്നത് ഹെവനിലോ ഹെല്ലിലോ ആണ്. എസ്കറ്റോളജി എൻഡ് ചെയ്യുന്നത് ഹെവനിലോ ഹെല്ലിലോ ആണ്. ഒന്നും അപ്പം ദൈവത്തിലാണ് എല്ലാമായി തീരേണ്ടത്. ബൈബിൾ തന്നെ പറയുന്നു എല്ലാം അവനിൽ നിന്നും അവനിലേക്കും ആകുന്നു എന്നാ. അത് വായിച്ചിട്ടുണ്ടോ? അവനിലേക്കും, നരകത്തിലേക്കും എന്നല്ല, അവനിൽ നിന്നും അവനിലേക്കും അവനായിക്കൊണ്ടുമാണ്. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വന്നു, ക്രിസ്തുവിന് വേണ്ടി വന്നു, ക്രിസ്തുവിലേക്കെന്നാണ്. സോ ഓൾ ക്രിയേഷൻസ് ഈസ് ടുവേഴ്സ് ക്രൈസ്റ്റ്, നോട്ട് ടുവേഴ്സ് ഹെൽ ഓർ ഹെവൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ വിട്ടുപിരിഞ്ഞ പൗലോസ് പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നതാണ്. അപ്പൊ പൗലോസിന്റെ പോലും ലക്ഷ്യം ഹെവൻ അല്ലായിരുന്നു. പൗലോസിന്റെ വാചകങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് വിട്ടുപിരിഞ്ഞ് ഐ വാണ്ട് ടു ഗോ ടു ഹെവൻ അല്ല, ഐ വാണ്ട് ടു ഗോ ടു ബി വിത്ത് ക്രൈസ്റ്റ്. കാരണം പോളിന്റെ തിയോളജി എന്താണ്? ക്രിസ്തുവിൽ നിന്ന് ഞാൻ വന്നു, ക്രിസ്തുവിന് വേണ്ടി വന്നു, ഞാൻ ക്രിസ്തുവിലേക്കാണ്. അവനിൽ നിന്ന് വന്നു, അവങ്കലേക്കും, അവനിൽ നിന്നും അവനു വേണ്ടിയും അവങ്കലേക്കും ആകുന്നു എന്നാണ്. അപ്പൊ എല്ലാ ക്രിയേഷൻസിന്റെയും ഹോൾഡർ ആയിരിക്കുന്ന, ക്രിയേറ്റർ ആയിരിക്കുന്ന സർവശക്തനായ ദൈവത്തിങ്കലേക്കാണ് ഇവ മുഴുവൻ. അപ്പം നരകം എന്താ ഞാൻ പറഞ്ഞില്ല, ഈ വിഷയങ്ങളിൽ ഈ ഒരു ചിന്തകളിലായിരിക്കണം നമ്മുടെ ഈ നരക ചിന്താഗതികളൊക്കെ പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ നരകം എന്നത് മതങ്ങളുടെ നിലനിൽപ്പാണ്. ഇപ്പം ഇവിടെ ക്രിസ്തീയ മതം കുറെ ആളുകളെ നമ്മൾ മതത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം എന്താ? നരകമാണ്. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ഇന്ന് രാത്രി നീ തീരുമാനിക്കണം, നിന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനാ തീരുമാനിക്കുന്നത്. അപ്പം ഇത് പറയുമ്പോൾ പാവങ്ങൾ പേടിക്കുകയാണ്, നരകം പേടിക്കുക. അപ്പം അതിനെക്കുറിച്ചുള്ള പറഞ്ഞാൽ അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല, അവിടുത്തെ പുഴു ചത്തുപോകുന്നില്ല, അവിടുത്തെ പുതപ്പുകൾ ലഭിക്കുന്നത് കൃമിയുടെ പുതപ്പിന് ലഭിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ എന്ത് തോന്നും? എന്തിനാടാ ഇവിടെയും കഷ്ടത, ഇനി അവിടെയും പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് കൈ അങ്ങ് ഉയർത്തുക. അപ്പൊ എന്ത് പരിതാപകരമാണ് നോക്കിയേ ക്രിസ്ത്യാനിത്വത്തിന്റെ പരിതാപാവസ്ഥ. ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് യേശുവിലേക്ക് കുറച്ച് അത്രയ്ക്കും അപ്പൊ യേശു ക്രിസ്തു ഒരു അട്രാക്റ്റീവ് പേഴ്സൺ അല്ലേ? ദൈവരാജ്യം ഒരു അട്രാക്റ്റീവ് പേഴ്സൺ അല്ലേ? നമുക്ക് ഈ ഭീഷണിയുടെയും ഈ ഒരു ഭയാനകമായ ചിത്രം അവതരിപ്പിക്കാതെ നമുക്ക് സ്നേഹമായിട്ട് പറഞ്ഞാൽ ഇത് അട്രാക്റ്റഡ് അല്ലേ? അട്രാക്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് സുവിശേഷം കൈമോശം വന്നുപോയി നമ്മൾ അറിയണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പ്രിയരെ? ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ ചിന്തകൾ ധാരാളമായിട്ട് പോവുക. ഞാൻ ഇനിയും ഈ ഹെല്ലിനെ റിനോവേറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹെല്ലിൻ്റെ 3 പ്രധാനമായിട്ടുള്ള ചിന്താഗതികളുണ്ട്. അത് ഞാൻ ഇന്ന് മാത്രം അത് ഞാൻ ഇന്ന് പറയാം. ഒന്നാമത്തത് ഇൻഫെർണലിസം എന്ന് പറയും. ഇൻഫെർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 25 പറഞ്ഞു, ഈ വലത്തുള്ളവരോട് ഇടത്തുള്ളവരെ 2 ആട്ടിൻകൂട്ടത്തെ നിർത്തി കോലാടിനെയും ചെമ്മരിയാടിനെയും, കോലാടിനോട് ഇടത്തുള്ളവരോട് പറഞ്ഞു പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും, നിത്യദണ്ഡനത്തിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ അവിടെ ആ നിത്യദണ്ഡനം, നിത്യവാക്കുണ്ട്, നിത്യദണ്ഡനം.
നമ്മൾ ബൈബിളിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യം ഇതാ. നിങ്ങൾ പഴയ നിയമ പുസ്തകം വായിക്കണം. പഴയ നിയമ പുസ്തകത്തിൽ ദൈവം നിത്യം നിത്യം എന്ന് പറഞ്ഞെങ്കിൽ എത്ര പദമുണ്ടെന്ന് നോക്കണം. അബ്രഹാമിനോട് നിനക്ക് ഈ ദേശം നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു, പറയാൻ നിത്യമായി തന്നിരിക്കുന്നു. ആ ദേശത്തിന്റെ അളവുണ്ട്. ആ അളവിൽ നിത്യമായിട്ട് യഹൂദന്റെ കയ്യിൽ അതുണ്ടോ? തീർന്നില്ല. അബ്രഹാമിന്റെ തലമുറയോട് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും 8ാമത്തെ ദിവസം പരിച്ഛേദനയിക്കണം. അത് നിങ്ങൾക്ക് നിത്യ നിത്യ നിയമമായിരിക്കണം, തലമുറ തലമുറ. ഈ നിത്യം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറയുമ്പോൾ നിർത്തണമെന്നാണ്. അതോ ഇന്നും ദൈവം അബ്രഹാമിന്റെ സന്തതി പരിച്ഛേദന അയക്കണമെന്ന് ആഗ്രഹിക്കുന്നു? ഇതുപോലെ ദൈവവചനം നിങ്ങൾ നോക്ക്. എന്ന് പറഞ്ഞാൽ ദാവീദിനോട് പറയുന്നുണ്ട്, നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും, നിത്യാവകാശം, നിത്യരാജ്യത്വം, തലമുറ തലമുറയായി. എന്നിട്ട് ഈ പെസഹ ആചരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, ഇത് നിങ്ങൾ തലമുറ തലമുറയായിട്ട് ആചരിക്കണം, നിത്യമായ നിയമമായിരിക്കും. എത്ര അടുത്തുണ്ടെന്ന് പറയും നിത്യനിയമം. നിത്യനിയമം എന്ന് പറയാൻ ഉടനെ നിത്യത മുഴുവനുള്ള നിയമമാണോ? നിത്യത മുഴുവൻ പെസഹ ആചരിക്കണം? അല്ല, എൻ്റെ ചോദ്യങ്ങളാണിതൊക്കെ. മത്സരിക്കുകയല്ല, വളരെ നിർമ്മലമായിട്ടുള്ള ചോദ്യങ്ങൾ. നിത്യനിയമങ്ങൾ, നിത്യാവകാശം, നിത്യമായ കൽപ്പനകൾ, നിത്യമായ ദൈവത്തിൻ്റെ യാഗങ്ങൾ, എത്ര അടുത്തുണ്ട് നിത്യത? അപ്പം ആ വാക്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നരകത്തിൻ്റെ ഒരു തിയറി ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കി തിയറി, ദൈവം പഠിപ്പിച്ചല്ല. അപ്പുറത്തും ഇപ്പുറത്തുനിന്നും 5, 6, 10 വാക്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ അച്ചാച്ചന്മാർ കുത്തിയിരുന്ന് റിസർച്ച് ചെയ്ത് ഒരു തിയറി ഉണ്ടാക്കി. ആ തിയറിയുടെ പേര് ഇൻഫർണലിസം. ഇൻഫർണലിസം മീൻസ് അക്ഷരികമായി നമ്മുടെ ശരീരം കത്തും, പക്ഷെ കത്തിയാലും വെന്തു പോകത്തില്ല. അതിനവരെടുക്കുന്ന വാക്യം, ഹോരേബിൽ മുൾപ്പടർപ്പ് കത്തിയിട്ടും മുൾപ്പടർപ്പ് വെന്തുപോയില്ല. നിരന്തരമായി തലമുറ 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 തലമുറയായിട്ട് കത്തുകയാണ്. ഇതിൻ്റെ പേരാണ് ഈ നിത്യദണ്ഡനം അല്ലെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള. ഇതാണ് കൂടുതലും ഇപ്പോഴത്തെ നമ്മുടെ ക്രൈസ്തവ ലോകത്തെ 90% ആളുകളും വിശ്വസിക്കുന്നത് ഇൻഫർണലിസമാണ്. ഇൻഫർണലിസത്തിനകത്ത് അവർ ലൂക്കോസിന് ശേഷം 16-ന്റെ 19-31 വരെ ഈ ലാസറിനെയും ധനവാനെയും കുറിച്ച് പറയുന്നുണ്ട്. ഞാനിവിടെ നിത്യദണ്ഡനത്തിലായിരിക്കും. നിത്യദണ്ഡനം. ഈ നിത്യം എന്ന വാക്കുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. അവിടെയും നിത്യദണ്ഡനത്തെ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദ ലേക്ക് ഓഫ് ബേണിംഗ് സൾഫർ, നരകത്തിൽ ബേണിംഗ് സൾഫർ വേർ ദ സ്മോക്ക് ഓഫ് ദ ടോർമെന്റ് റൈസസ് ഫോർ എവർ ആൻഡ് എവർ. അവിടുത്തെ ദണ്ഡനാഗ്നി നിരന്തരമായി കത്തിക്കൊണ്ട് അതിന്റെ പുക ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ എന്നാണ്. പക്ഷെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ നിത്യമായ സംഭവം ഉണ്ടോ? നമ്മൾ ഒരു വാക്യം ബൈബിളിൽ നമുക്ക് ആ ഭാഗം എടുക്കുമ്പോൾ, ഞാൻ എല്ലാം വിശദീകരിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ പ്രിയരെ, എല്ലാം വിശദീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നവരും കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കത് കേൾക്കാം, ഒരുമിച്ച് കേൾക്കാം. ഇപ്പം ഞാനിപ്പം എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇരുമ്പൊലൊക്കെ ഒന്നും അല്ല, ഞാൻ പറയുന്നതല്ല നിങ്ങൾ വിഴുങ്ങണമെന്നില്ല. നമ്മുടെ ബൈബിളിൽ യൂദയുടെ ലേഖനത്തിൽ നിങ്ങൾ ബൈബിളുണ്ടെന്ന് നോക്കി 7-ാം വാക്യത്തിൽ, അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നിത്യാഗ്നി സോദോമിനും ഗോമോറയും അതിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിലും നിത്യാഗ്നിയുടെ ദണ്ഡനങ്ങൾ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നത്. നിത്യാഗ്നി, അതിൻ്റെ അർത്ഥം യൂദ എഴുതുമ്പോഴും ഇത് കത്തുന്നു, ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇത്. അപ്പം ഇപ്പം നിങ്ങൾ സോദോമിൽ പോയ തീ കത്തുന്നുണ്ടോ?
നിങ്ങളിപ്പോൾ സോതോമിലും ഗോമോറയൊക്കെ പോയ നല്ല ഗാർഡനാണ്, മനോഹരമായ സ്ഥലമാണ്. അവിടെങ്ങും തീയുമില്ല, പുകയില്ല, ചാമ്പലുമില്ല. പക്ഷെ യൂദ എഴുതി വെച്ചേക്കാണ് നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നത്. അപ്പൊ നിത്യാഗ്നി എന്ന് പറയുന്ന വിഷയം എന്ത്? ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പഠിക്കും, ഇത് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇതിനു വേണ്ടി ഒരുപാട് വാക്യങ്ങൾ എടുക്കും. അപ്പൊ ഇൻഫർണലിസം എന്ന് പറയുന്ന ഒരു പഠനം ക്രൈസ്തവ ലോകത്ത് വളരെ പ്രബലമായിട്ട് പോകുന്നുണ്ട്. നിരന്തരമായിട്ട് ഇങ്ങനെ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തു വന്ന് വീണ്ടും നമ്മളെ ഉയർപ്പിച്ചിട്ട് ഈ ശരീരത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു നരകത്തിൽ കൊണ്ട് കത്തിക്കാൻ വേണ്ടി ഒരു ഉയർപ്പിന്റെ ആവശ്യം നിത്യനരകത്തിലിട്ട് കത്തിക്കുക. അപ്പൊ ദൈവത്ര വാശിക്കാരനും വൈരാഗ്യമുള്ള പുള്ളിയെ ഈ ദൈവം തന്നെയാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളടുത്ത് ഉപദേശിച്ചതാ, നമ്മളടുത്ത് ദേവാദി ദൈവം തൻ്റെ പുത്രനെ അയച്ചിട്ട് ഉപദേശിക്കുക, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കണം. ആ പാവം പത്രോസ് ഭയങ്കര മുൻചുട്ടിക്കാരനാണ്. ആ പത്രോസ് ഒരിക്കൽ കർത്താവിൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിച്ചു, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ദിനംതോറും 7 പ്രാവശ്യം മതിയെന്ന്. പുള്ളിയുടെ മാക്സിമം അത്. ഒരു സത്യസന്ധനായ മനുഷ്യനെ കേട്ടോ, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. അദ്ദേഹത്തിനോട് യേശു മറുപടി പറയാം, പറ്റത്തില്ല. ഈ 70 വട്ടം ക്ഷമിക്കണം. അതായത് ഒരു ദിവസം, ആയുഷ്കാലം മൊത്തമല്ല, ഒരു ദിവസം നിന്റെ സഹോദരൻ നിന്നോട് 70 വട്ടം പിഴച്ചാൽ നീ അവനോട് ക്ഷമിക്കണം. ദൈവക്ഷമയാണ് പഠിപ്പിച്ചേക്കുന്നത്. ആ മഹാദൈവം, ഞാൻ കർത്താവിനെ ചോദ്യം ചെയ്യില്ല. എൻ്റെ കർത്താവിനെ എനിക്ക് വിശ്വസിക്കണമെങ്കിൽ എല്ലാ മേഖലയിലും ഒരാൾ വാക്ക് പറഞ്ഞാൽ മാറുന്ന ആളിനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളൊരാളെ എങ്ങനെ വിശ്വസിക്കുന്നത്? ആ ആളിൻ്റെ നേച്ചറും ആ ആളിൻ്റെ വാക്കും ഒന്നായിരിക്കണം. വാക്കും പ്രവൃത്തിയും ഒന്നാളിനല്ലേ വിശ്വസിക്കാൻ പറ്റൂ. അല്ലാതെ ദൈവത്തെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വാക്കും ദൈവത്തിന്റെ പ്രവൃത്തിയും ഒന്നാണ്. മണ്ണിൽ നിന്ന് വന്ന നമ്മളോട് പറയാം, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ തീർന്നിട്ടില്ല, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായതുപോലെ നിങ്ങൾ സൽഗുണപൂർണനാകേണ്ടതിന് നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. പിതാവ് ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഴ പെയ്യ്ക്കുന്നതാണ്. അപ്പം നിങ്ങളും അതുപോലെ സൽഗുണപൂർണരാകണം. നിങ്ങളുടെ സഹോദരൻ പഠിച്ച 70 വട്ടം ക്ഷമിക്കണം. അപ്പം നമുക്ക് 70 വട്ടം ക്ഷമിക്കാൻ പറയുന്ന ദൈവത്തിന് ക്ഷമയില്ലെന്ന് പറയാൻ പറ്റും? ആലോചിച്ച് നോക്ക്. ഇത് കണ്ടിട്ട് നിത്യമായ ഇതാണ് പഠനം. ഇന്നത്തെ ഏറ്റവും വലിയ പഠനം എന്ന് പറയുന്നത് ഇൻഫർണലിസമാണ്. ഇൻഫർണലിസം വളരെ പോപ്പുലറാണ്. നമ്മുടെ ക്രൈസ്തവ സഭ ഇതാണ് പഠിപ്പിക്കുന്നത്. അത് വെറുതെ ഒരു മയക്കത്തിലല്ല, മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ നരകത്തിൽ പോകും. അതിനവരെടുക്കുന്നത് ഈ ധനവാന്റെയും ലാസറിന്റെയും കഥയാണ്. ധനവാന്റെയും ലാസറിന്റെയും കഥ ഒരു ഉപമയാണ്, ഉപമകളാണ്. ആ ഉപമ ഒരിക്കലും ഒരു അക്ഷരാർത്ഥത്തിൽ സംഭവങ്ങളല്ല. അപ്പൊ ആള് പറയും, ദൈവം ഉപമ പറയുമ്പോൾ ഒരിക്കലും ആരുടെയും പേര് പറയാറില്ല. ഉപമയാണ്. അതൊരിക്കലും നിത്യനരകത്തിന്റെ ചിത്രമേ അല്ല. കാരണം നിത്യനരകത്തിന്റെ ചിത്രമാണെങ്കിൽ ധനവാൻ എന്ത് പഴച്ചു? ധനവാന്റെ അത്രയും നല്ലവരായ ഒരാളെ കേരളത്തിൽ കാണാൻ പറ്റില്ല. നമ്മുടെ സിറിയൻ ക്രിസ്ത്യൻസിന്റെ ഏതെങ്കിലും ഒരു സിറിയൻ ക്രിസ്ത്യാനി അവന്റെ വീടിന്റെ പടിക്കൽ ഒരു കുഷ്ഠരോഗിയെ, പട്ടി നാക്കുന്നവനെ, അവനെക്കുറിച്ച് പറയുന്നത് അവന്റെ മേശമേൽ നിന്ന് വീഴുന്ന തിന്നുന്ന. അപ്പൊ മേശമേൽ നിന്ന് തിന്നുന്ന ദൂരത്തിൽ ഈ ഒരു വൃത്തികെട്ടവനെ, ഈ ഒരു കുഷ്ഠരോഗം പിടിച്ചവനെ കിടത്തുന്ന എത്ര ക്രിസ്ത്യാനിയുണ്ട്? അത് കാണട്ടെ. ഒരു ക്രിസ്ത്യാനിയുണ്ട്. നമ്മളവനെ തൊഴിച്ച് പുറത്ത് ദൂരെ കളയും. അപ്പം അത് നരകവുമായിട്ട് ബന്ധമില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ പഠനം അനിഹിലേഷനിസമാണ്. അനിഹിലേഷനിസം എന്ന് പറഞ്ഞാൽ അനിഹിലേറ്റ് ചെയ്യുക. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തുടങ്ങുന്ന ലോകത്തിൽ നശിച്ചു പോകാതെ, നശിച്ചു പോകാതെ, അതാ പെരിഷിയുക. അതുപോലെയാണ് മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദുഷ്ടന്മാർ താളടിയായി പോകും. ദുഷ്ടന്മാരെ താളടിയാകും എന്ന് പറഞ്ഞാൽ തീയിൽ ഒരു താളടിയായി എന്ന് പറഞ്ഞാൽ ഒരു 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 ഉണങ്ങിയത് കത്തിപ്പോകുന്ന പോലെ ദുഷ്ടന്മാർ വെണ്ണീറായി മാറുമെന്ന്.
ഇതിനെയാണ് ഈ അനിഹിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഒരു വലിയ വ്യൂ ഉണ്ട്, വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അതായത് യേശുവിനെ വിശ്വസിക്കാത്ത ആളുകളെല്ലാവരും ആ സ്വർഗത്തിൻ്റെ തീയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ കത്തി ഇല്ലാതായി പോകും എന്ന് പറഞ്ഞാൽ അവരുടെ എക്സിസ്റ്റൻസ് ഇല്ലാതായി പോകും. അങ്ങനെ ഒരാൾ പിന്നെ ഹെവനിലും കാണത്തില്ല, ഹെല്ലിലും കാണത്തില്ല. ഒരർത്ഥത്തിൽ അതൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് തോന്നുമില്ലേ? പക്ഷേ നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമുക്ക് പ്രിയപ്പെട്ടവരൊന്നും ഇല്ലാത്തൊരു സ്വർഗം, അതൊരിക്കലും ഒരു സ്വർഗമല്ല. ഹെവനിൽ ചെന്നപ്പോൾ നിങ്ങളുടെ അപ്പനെ കാണുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞു തീക്കകത്തില്ലാതായിപ്പോയി. വാട്ട് യു വിൽ ഫീൽ? യു വിൽ നെവർ ഫീൽ ഹെവൻ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ സന്തോഷമായിട്ട് തോന്നത്തില്ല. അപ്പം ഇവിടെ അനിഹിലേഷനാണ്, അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഡെത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഈ ആളില്ലാതായി പോവുക, തീർന്നങ്ങ് പോവുക, ഒരിക്കലും ആളിനെ വീണ്ടെടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള ഒരു പഠനം അതും ഈ ക്രൈസ്തവ ലോകത്ത് ഒരു കൂട്ടം ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെടുക്കുന്ന വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 10:28 പറയുന്നുണ്ട്, ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കേണ്ട, ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ നശിപ്പിച്ച് നരകത്തിൽ കത്തിക്കുന്നവനെ അല്ലെങ്കിൽ നരകത്തിൽ നശിപ്പിക്കുന്നവനെ ഭയപ്പെടണം. ആ വാക്യങ്ങളൊക്കെ വെച്ചിട്ട് അനിഹിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തെയും ദേഹിയും ഒരുപോലെ ഇല്ലാതാക്കും. അതിനെ രണ്ടാമത്തെ മരണം എന്ന് വെളിപ്പാട് ദിവസം 21:8 കയറുന്നു. സോ അങ്ങനെ വേറെ വാക്ക് പറയുന്നത് ദുഷ്ടൻ പുക പോലെ, അതായത് കത്തി അങ്ങ് ഇല്ലാതെ താളടിയായി പോകുന്നു. സങ്കീർത്തനം 37 പറയുന്നുണ്ട്. അത് വെറും വെണ്ണീറായി മാറുമെന്ന് മലാക്കിയുടെ പ്രവചനം 4 പറയുന്നുണ്ട്. ഈ വാക്യങ്ങളിലെല്ലാം വെച്ചിട്ടാണ് അനിഹിലേഷനിസ്റ്റ് പ്രസംഗിക്കുന്നത്. സോ അതിനകത്ത് എന്ത് നരകം എന്ന് പറഞ്ഞാൽ നരകത്തിൽ ഒരാൾ പാപം ചെയ്യുന്നവൻ അങ്ങ് കത്തിച്ചില്ലാതായി പോകും, അങ്ങനെ എന്നങ്ങനെ പുകയായിട്ട് പോകും എന്ന് പഠിക്കുന്നുണ്ട്. അവിടെ കരച്ചിലില്ല, കണ്ണീരും പല്ലുകടിയും ഒന്നുമില്ല. അത് ഒരു നിരന്തരമായിട്ട് എന്നേക്കുമായിട്ട് സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്. ആ ആൾ പിന്നെ കോൺഷ്യസേ അല്ല. ഇൻഫർമലിസം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആണ്. കുത്തുന്ന അറിയാം, ഭൂതം ഇങ്ങനെ തലയെ കുത്തുമ്പോൾ കത്തും, അതറിയാം, നെഞ്ചത്ത് കുത്തുമ്പോൾ അറിയാം. അപ്പോൾ ആ കുത്തും കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അയ്യോ എന്തൊരവസ്ഥയാണെന്ന് നോക്കി. ഇതൊക്കെ ഏത് ബൈബിളിലാണെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം പക്ഷേ ബൈബിളിൽ ഇല്ലാത്ത പുസ്തകങ്ങളുണ്ട് കേട്ടോ. ബൈബിൾ അല്ലാത്ത പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് നല്ല വിവരണങ്ങളുണ്ട്. ബൈബിളിൽ അന്വേഷിച്ചാൽ ഇത് കിട്ടത്തില്ല. കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പം ഇത് കേട്ടായിരുന്നു കേട്ടോ. ഇത് കേട്ടിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്നല്ല കേട്ടോ. സത്യത്തിൽ ഈ കൊച്ചു പ്രായത്തിൽ ഞാനിത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചെവിയിലൂടെ പുഴു കയറിയിട്ട് നിങ്ങളുടെ കണ്ണിലൂടെ പുഴു ഇറങ്ങി വരും, കണ്ണിൽ കൂടെ കയറുന്ന പുഴു മൂക്കിൽ കൂടെ വരും, മൂക്കിൽ കൂടെ കയറുന്ന പുഴു വായിലൂടെ വരും. അപ്പം നമ്മൾ കൊച്ചു പിള്ളേരാണ്. അപ്പം നമ്മുടെ ചിന്ത പുഴു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ ഈ സൂത്രം നമ്മുടെ മൂക്കിൽ കൂടെ കയറിയിട്ട് വായി കൂടെ ഇറങ്ങി വരും ഒക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ യേശു മതിയെന്ന് പറയും നമ്മൾ. എന്താ കഷ്ടകാലം നോക്കി. അപ്പോൾ അത് രണ്ടാമത്തെ വ്യൂ ആണ്, നരകത്തിൻ്റെ രണ്ടാമത്തെ വ്യൂ. അതായത് അനിഹിലേഷനിസം, ഇൻഫർണലിസം. ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇൻഫർണലിസം പറഞ്ഞാൽ കോൺഷ്യസ് ടോർമെന്റ്, എറ്റേണലായി നിരന്തരമായി മരിക്കാതെ നശിക്കാതെ വേദന തുടരുന്നു, അവിടെ തന്നെ തുടരുന്നു, മറത്തുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും വീണ്ടും മറക്കുന്നു, കോടാകോടി യുഗങ്ങൾ, നിത്യയുഗങ്ങൾ നരകം. എന്ത് മനോഹരം പ്രസംഗിക്കാനില്ലേ, എന്ത് മനോഹരം പ്രസംഗിക്കാൻ. ഞാനും ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും ഇതൊക്കെ പറയേണ്ടായിരുന്നു. ചുമ്മാ ഇവരെല്ലാം കൂടെ പറയുന്നത് തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവരെല്ലാം കൂടെ നടന്നിട്ട് അവന്മാർ പറയുന്നതിനെ കൂടെ പറഞ്ഞു നരകം, നരകമെങ്കിൽ നരകം. ഒരു പ്രശ്നമല്ല. ആരുടെയും ചീത്തവിളി കേൾക്കണ്ടായിരുന്നു, ആരിൽ നിന്നും കേൾക്കുകയും വേണ്ടായിരുന്നു. വല്ല പൈസയൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഹാപ്പിയായിട്ട് ജീവിക്കാറ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഈ തെറിവിളി കേൾക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സത്യം അകത്ത് കിടന്ന് തിളക്കുക, സത്യം അകത്ത്. എനിക്കറിയാം, ഐ നോ മൈ ഫ്യൂച്ചർ. എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ ആയിരിക്കുന്ന സാഹചര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഐ കനോട്ട് റിജക്ട് ദ ട്രൂത്ത്. ഐ കനോട്ട്, ഇത് അടച്ചു വെക്കാൻ പറ്റില്ല. പെർഫെക്റ്റ്ലി ഇത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് യൂണിവേഴ്സലിസ്റ്റ് ആണ്. യൂണിവേഴ്സലിസം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സലിസം തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ കാരണം ഈ വെസ്റ്റേൺ ഗോസ്പലിൽ ഉരുവായി വന്ന ഒരു യൂണിവേഴ്സലിസം ഉണ്ട്. അത് 100% ഹെറസിയാണ്. ഞാനീ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണേ, ആരെയും മുറിയും കേൾക്കരുത്. വെസ്റ്റേൺ യൂണിവേഴ്സലിസത്തിനകത്ത് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗോസ്പലിൽ ഉണ്ടായി വന്ന യൂണിവേഴ്സലിസം അത് ബിബ്ലിക്കൽ അല്ല. അത് ലീഗൽ ഫ്രെയിമിലുള്ള ഒരു സംഭവമാണ്. കാരണം അത് അർമേനിയസത്തിൻ്റെയും കാൽവിനിസത്തിൻ്റെയും പ്രതിയോഗിയാണ്. കാൽവിനിസം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ?
ദൈവം കുറേ ആളുകളെ തന്നെ നേരത്തെ മുന്നറിഞ്ഞിട്ടുണ്ട്. ആ മുന്നറിഞ്ഞവർക്ക് വേണ്ടിയാണ് യേശു രക്തം ചിന്തിയത്. യേശുവിൻ്റെ രക്തം വേസ്റ്റ് ആകത്തില്ല. യേശു ആർക്കൊക്കെ വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ടോ അവരെല്ലാവരും രക്ഷപ്പെടും. രക്ഷപ്പെടാത്തവർ ആർക്കും വേണ്ടി യേശു രക്തം ചിന്തിയതല്ല. അപ്പം യേശു നേരത്തെ തന്നെ രക്ഷിക്കപ്പെടുന്നവരെയും പെടാത്തവരെയും നരകത്തിൽ പോകുന്നവരെയും തമ്മിൽ ദൈവപുത്രനെ അറിയാം. ഇതാണ് കാൽവിനിസത്തിൻ്റെ ആകത്തുക, അറ്റോൺമെൻറ്റിൻ്റെ ബേസിൽ കേട്ടോ. ഈ അറ്റോൺമെൻറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ലിമിറ്റഡ് അറ്റോൺമെൻ്റ് ആണ്. അനേകരുടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നല്ലതെന്ന് അവർ പറയുന്നു. അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി. അപ്പം ക്രിസ്തുവിൽ എല്ലാവരും, ആദമിൽ എല്ലാവരും മരിച്ചു, അതുപോലെ ക്രിസ്തുവിൽ കുറച്ചു പേരെ മരിച്ചിട്ടുള്ളൂ. ആദമിൽ എല്ലാവരും മരിച്ചു, ക്രിസ്തുവിൽ കുറച്ചു പേരാണ് ജീവൻ പ്രാപിച്ചതെന്ന്. അതാണ് കാൽവിനിസം. അപ്പം കാൽവിനിസത്തിൻ്റെ കോൺസെപ്റ്റിൽ നരകത്തിലേക്കുള്ള ലിസ്റ്റ് ഓൾറെഡി എറ്റേണലി അത് പ്രെഡിക്റ്റഡ് ആണ്. അപ്പം സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, എങ്ങനെ പോയാലും കുഴപ്പമില്ല. ദൈവം ആരെയൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളവരെല്ലാം പോകും. പിന്നെ നമ്മൾ എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? അതാണ് കാൽവിൻ. ഇപ്പം കാൽവിൻ്റെ ഈ സൂക്കേട് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അങ്ങേരുടെ കൂടെ നടന്ന ജോസഫ് എന്ന് പറയുന്ന ആള് അർമേനിസം എന്ന് പറയുന്ന ഒരു തിയറി. അർമേനിയൻ പറഞ്ഞു അങ്ങനൊന്നുമല്ല, വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ, വിശ്വസിക്കാത്ത ആർക്കും രക്ഷയില്ല. വിശ്വസിക്കുന്നവർ സ്വർഗത്തിൽ പോകും, വിശ്വസിക്കാത്തവർ നരകത്തിൽ പോകും. അപ്പം കാൽവിൻ്റെ തിയറിക്കകത്ത് കുറേ പേര് നരകത്തിൽ അങ്ങ് പോകും. അത് ഫിക്സ്ഡ് ആണ്, മാറ്റാൻ പറ്റില്ല. കാൽവിൻ്റെ തിയോളജിക്കകത്ത് അത് കുറച്ച് പേര് നിരന്തരമായിട്ട് ദൈവം അങ്ങ് പ്രീടെസ്റ്റൈൻ ചെയ്തേക്കാണ്. അർമേനിയൻ്റെ അതിനകത്ത് എന്താ, വിശ്വസിക്കുന്നവർക്കൊക്കെ സ്വർഗ്ഗം, വിശ്വസിക്കാത്ത ആ കണ്ടീഷൻ വെച്ചിട്ട് പറഞ്ഞു അവർക്ക് നരകത്തിൽ പോകും. അപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ്. കുറച്ച് പേരെ രക്ഷിക്കപ്പെടുത്തുള്ള കാൽവിൻ. അപ്പം ബഹുഭൂരിപക്ഷം ആളുകൾ എവിടെ പോകുന്നുണ്ട്? ഞാൻ ഉദാഹരണം പറയാം. അതായത് 25% ആളുകൾ സ്വർഗത്തിൽ പോകും, ഒരു 75% നരകത്തിൽ പോകും. അത് കാൽവിൻ. അർമേനിയം വന്നിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് നരകത്തിൽ വിടുമ്പോൾ വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട്, അത് ദൈവം ഫിക്സ് ചെയ്തതല്ല, വിശ്വസിക്കുന്നവർക്ക് അത് പോകാൻ പറ്റും. അപ്പം ഈ 25% അവർ ഇച്ചിനോട് കൂട്ടിയിട്ട് ഒരു 50% ആക്കി. 50% എങ്ങനെയായാലും ഹെവനിൽ പോകും, ഒരു 50% നരകത്തിൽ പോകും. അപ്പം ഇതിനകത്ത് പ്രധാന വിഷയം ഇവരുടെ എല്ലാം തിയോളജിയുടെ ആകത്തുക ഹെവനിൽ പോകുന്ന ആളുകളുടെ എണ്ണവും ഹെല്ലിൽ പോകുന്ന ആളുകളുടെ എണ്ണവുമായിട്ടാണ്. അപ്പോൾ സാൽവേഷനൊക്കെ ബേസ് ആയിട്ടിരിക്കുന്നത് എത്ര പേര് സ്വർഗത്തിൽ പോകും, എത്ര പേര് നരകത്തിൽ പോകും. നോക്കിക്കോണേ, തിയോളജിയുടെ ഗതിയോട് നോക്കിക്കോണേ. യേശു അപ്പോസ്തലന്മാർ സ്വപ്നം പോലും കണ്ടിട്ടില്ല എത്ര പേര് നരകത്തിൽ പോകും, എത്ര പേര് സ്വർഗം. ഇതാണ് കാൽവിൻ വന്ന് പറഞ്ഞു കുറച്ച് പേര് പോകും, കുറച്ച് പേര് അല്ല ബാക്കിയെല്ലാം പോകും. അർമേനിയൻ പറഞ്ഞല്ല, വിശ്വസിക്കുന്ന എല്ലാവരും പോകും, വിശ്വസിക്കാത്തവരെല്ലാം നരകത്തിൽ പോകും. ഇവന്മാർ രണ്ടുപേരും ഈ അടി കൂടുന്ന കണ്ടുകൊണ്ട് മൂന്നാമതൊരു ഗ്രൂപ്പ് എഴുന്നേറ്റു. അവർ വന്നിട്ട് പറഞ്ഞു ഓടാൻ നിൻ്റെയൊക്കെ പണി നോക്കി. ആദാമിൽ എല്ലാവരും മരിച്ചല്ലോ, മരിച്ചു. യേശുവിൽ എല്ലാവരും ജീവിക്കുന്നു. ആദാം പാപം ചെയ്തുകൊണ്ട് എല്ലാവരും പാപിയായി, യേശു നീതിമാന്മാരായതുകൊണ്ട് എല്ലാവരും നീതിമാന്മാരായി. അപ്പം ഓരോരുത്തർ നരകത്തിൽ പോകത്തില്ല, മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നു? ഇതെല്ലാം ലോജിക്കാ. ഇത് മഹത്വമുള്ളതല്ല, ഇത് വെറും ലോജിക്കാ. ആദാം പാപം ചെയ്തു, മനുഷ്യൻ പാപിയായി. യേശു നീതി പ്രവൃത്തി ചെയ്തു, സകല മനുഷ്യരും നീതിമാന്മാരായി. സോ nobody will go to hell, nobody cannot be tormented, everyone will reach in heaven. This is Western universalism. ഇതിനകത്ത് ഹെല്ലെന്നൊരു സൂത്രമേ ഇല്ല. ഹെല്ലിനെടുത്ത് അയത്തളഞ്ഞു, ജഡ്ജ്മെന്റ് എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പം യൂണിവേഴ്സലിസത്തിനകത്ത് എന്തില്ല, ഹെല്ല് അപ്പാടെ മാറ്റിക്കളഞ്ഞു. നിങ്ങൾക്ക് ആശയം വ്യക്തമാകുന്നുണ്ട് പ്രിയരെ? ഇങ്ങനെ വേറെ പല പല കോളുകളിൽ വന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ, ഈ വെസ്റ്റേൺ യൂണിവേഴ്സലിസത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് വന്നത് ഒരിക്കലും റിലേഷൻ, അതിനകത്ത് ട്രിനിറ്റി ഇല്ല കേട്ടോ, ട്രിനിറ്റി ഇല്ല. മറിച്ച് അത് ഫുൾ ലീഗൽ, അതായത് ആദം പാപം ചെയ്തു, ലീഗൽ. അപ്പം ആ പാപം എന്ന് പറയുന്നത് ഒരു ഒഫൻസ്. പാപം ചെയ്തു, ജീസസ് ഒരു റൈച്ചസ് ആയി. സോ ദിസ് ഈസ് എ ലീഗലാണ്. സോ ഒരാൾ ചെയ്തതിന് പകരം യേശു നീതിമാനായി. സോ എവറിബഡി വിൽ ഗോ ടു ഹെവൻ, എവറിബഡി ഈസ് സേവ്ഡ്. വെസ്റ്റേൺ യൂണിവേഴ്സിസം, ഐ എം ടെല്ലിങ് യു, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ഉപദേശങ്ങളാണ് കാൽവിനിസവും അർമേനിയസവും. ഇതിനെ രണ്ടുപേരെ വിളിക്കുന്നത് ട്വിൻ ഹെറസീസ് എന്നാണ്. ട്വിൻ ഹെറസീസ്. കാരണം കാൽവിൻ്റെ ദൈവവും അർമേനിയൻ്റെ ദൈവവും യഹോവയായ ദൈവം അല്ല.
അതായത് ട്രിനിറ്റിയിലെ ദൈവം, അല്ലാതെ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ആ മഹാദൈവമല്ല ഈ കാൽവിൻ്റെ ദൈവവും ഈ അർമേനിയസിൻ്റെ ദൈവവും. ഞാൻ വേണമെങ്കിൽ തെളിയിക്കാം, കൃത്യമായിട്ട് തെളിയിക്കാം. കാൽവിൻ്റെ ദൈവവും അർമേനിയസ് ദൈവവും ദൈവമേ അല്ല. അവരുടെ ദൈവം യേശു എന്ന് പേരുള്ള, യഹോവ എന്ന് പേരുള്ള പാഗൺ ദൈവമാണ്. ഇത് ആരോപണമല്ല, ഇത് കൃത്യമായ അവരുടെ തിയറി വെച്ചുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ്. ഇവരെ രണ്ട്, അതായത് ശക്തമായ കാൽവിനിസവും അർമേനിസവും. കാൽവിനിസം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നിടത്ത് ബ്രദറൻ സമൂഹമാണ്. അർമേനിസം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നിടത്ത് പെന്റിക്കോസ്റ്റൽ സമൂഹമാണ്. ഈ രണ്ട് ഗ്രൂപ്പുകാരും പഠിപ്പിക്കുന്ന തിയോളജി ലോകത്തിലെ ഏറ്റവും വലിയ ഹെറസീസ് ആണ്. ഈ ഹെറസീസിയുടെ മുകളിലാണ് ഇവർ തിയോളജി പടുത്തുയർത്തിയേക്കുന്നത്. ഇത് മനസ്സിലാക്കണം, ഇത് വളരെ സീരിയസ് കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന മൂന്നാമത്തെ വ്യക്തിയാണ് യൂണിവേഴ്സലിസ്റ്റ്. യൂണിവേഴ്സലിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഒറ്റ ഒരാൾ ഹെല്ലി പോകത്തില്ല, ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് പെയ്ഡ് ഫോർ ഓൾ. കാരണം വെസ്റ്റേൺ തിയോളജിയിൽ പാപത്തിന് പേയ്മെന്റ് ആണ്, ഈസ്റ്റേൺ തിയോളജിയിൽ പാപത്തിന് ഫൊർഗീവ്നെസ് ആണ്. വെസ്റ്റേൺ തിയോളജിക്ക് പറഞ്ഞു പേയ്മെന്റ് വേണോ. ഞാൻ ചോദിക്കുന്നത് പേയ്മെന്റ് വന്നാൽ പിന്നെ ഫൊർഗീവ്നെസിന്റെ ആവശ്യമുണ്ടോ? ബാങ്കിന് അടക്കേണ്ട 1,00,000 രൂപ ഞാൻ കൊണ്ടടച്ചു, പേയ്മെന്റ് നടത്തി, പിന്നെ എനിക്ക് ബാങ്ക് ഫൊർഗീവ്നെസ് തരേണ്ട ആവശ്യമുണ്ടോ? സാറേ ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചിരുന്നാൽ അർത്ഥം പേയ്മെന്റ് കൊടുത്തില്ലെന്നാണ്. അപ്പൊ വെസ്റ്റേൺ തിയോളജി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് പെയ്ഡ് ഫോർ, പെയ്ഡ് എന്നൊക്കെ അർത്ഥമാക്കുന്നത് പേയ്മെന്റ് കൊടുത്തത്. പേയ്മെന്റ് ഉണ്ടെങ്കിൽ പിന്നെ ഫൊർഗീവ്നെസിന്റെ ആവശ്യമില്ല. ഇതാ ഞാൻ പറഞ്ഞില്ലേ, വൈരുദ്ധ്യങ്ങൾ ഭയങ്കരമാണ്. പേയ്മെന്റ് കൊടുത്താൽ പിന്നെ ഫൊർഗീവ്നെസ് ആവശ്യമുണ്ട്. ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്ക് കടം വീട്ടാൻ എൻ്റെ ഈ കാശിൽ യമാനെ ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് പേയ്മെന്റ്. അല്ലാതെ എൻ്റെ പേയ്മെന്റ് ഞാനോ വേറൊരാളോ കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്നതല്ല ഫൊർഗീവ്നെസ്. അത് ഫൊർഗീവ്നെസ്സേ അല്ല, അതൊരു ലീഗൽ വർക്കാണ്. ഇപ്പം ക്രൂശിൽ നടന്നത് ലീഗൽ വർക്കല്ല, ക്രൂശിൽ നടന്നത് സ്നേഹത്തിന്റെ മാനിഫെസ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, വെസ്റ്റേൺ തിയോളജി ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ കുരിശ്, കാൽവറി മരണം, ബ്ലഡ്, അറ്റോൺമെന്റ്, റിഡംഷന്, സകല സംഭവങ്ങളെയും ലീഗലിസ്റ്റിലേക്ക് സംസാരിച്ചിട്ട് കൃത്യമായിട്ട് അതിനെ ആ നിലയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെയാണ് യൂണിവേഴ്സലിസം എന്നത്. യൂണിവേഴ്സലിസ്റ്റ് വന്നിട്ട് ദർ ഇസ് നോ ഹെൽ. അപ്പൊ എന്നോട് പറയണം നീ ഞാൻ ഹെല്ലില്ലെന്ന് പറയുന്ന ആളല്ല. ഞാൻ ഒരിക്കലും ഒരു പ്രസ്താവന നടത്തിയാണ്, ഐ ഡോണ്ട് ബിലീവ് ദ ഹെൽ ദാറ്റ് യു ആർ പ്രീച്ചിങ്. I'm doing the same statement. I don't believe the hell that the present day Christian religious people preaching. I don't believe. Same way, I don't believe the heaven that these so-called Christian preachers are preaching today. I don't believe it. Once again, I'm making my statement. I don't believe it. കാരണം അത് വിശ്വസിക്കാൻ കൊള്ളാകുന്നതല്ല. ബൈബിളാണോ വിശ്വസിക്കാൻ പറ്റിയ വചനമായിരിക്കണം. ഇവർ പറയുന്ന ഹെവനിലും ഹെല്ലിലും വിശ്വസിക്കാൻ പറ്റില്ല. ആ ഹെവനും ഹെല്ലും, അതിനേക്കാൾ നല്ല ഹെവനും ഹെല്ലും ഇസ്ലാമിലുണ്ടെന്നേ. ഇപ്പം സ്വർഗം ആണല്ലോ നമ്മളിപ്പം ഞാൻ ചോദിക്കും, ഇപ്പം നിങ്ങളുടെ സ്വർഗത്തെക്കുറിച്ചുള്ള മോഹം എന്താ? സ്വർഗത്തെ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താ? സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ തെരുവീതി, അവിടെ ചെല്ലുമ്പോൾ സ്ഫടികക്കടൽ, പിന്നെ പുത്തൻ യെരൂശലേം, ജീവവൃക്ഷത്തിന്റെ നിങ്ങൾ ജനങ്ങൾ എത്ര 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 ദയനീയമായി നോക്കി. അവർ പറയാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാം. എടാ, തിന്നുന്ന കാര്യമേ ഉള്ളൂ. എന്ത് സില്ലി മാറ്ററാന്ന് നോക്കി. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാം. ഓ സ്തോത്രം. പിന്നെ തീർന്നിട്ടില്ല, അവിടെ 24 മണിക്കൂറും ആരാധനയാണ്. ഞാൻ പറയുന്നു 24 മണിക്കൂറും സ്വർഗത്തിൽ ആരാധനയാണെങ്കിൽ സ്വർഗത്തിന്റെ അത്രയും ബോറൻ സ്ഥലം ഈ പ്രപഞ്ചത്തിൽ വേറെ കാണത്തില്ല. 24 മണിക്കൂറും ആരാധനയാണ്. സ്തോത്രം 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 ഹല്ലേലൂയ. എന്തു ബോറാ. നീ ചോണയുണ്ടോ നിനക്ക് 1/2 മണിക്കൂർ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞിരിക്കും. നീ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. ഹെവനിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോബ് ചെയ്യേണ്ടാത്ത സ്ഥലം, ശരിയാ, ജോലി ഇല്ലാത്ത സ്ഥലം, ഒരു വർക്ക് ചെയ്യണ്ട, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹെവനെ കുറിച്ച്. ഞാനൊരു കാര്യം പറയാം, ഇത് നിങ്ങൾ എന്നോട് പിണങ്ങാതിരിക്കാൻ പറയാം. ഹെവനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ
നിങ്ങൾ ഇസ്ലാമിൻ്റെ ഹെവനിലാണ് നല്ലത്. ഹെവനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിക് ഹെവനിൽ പോകണം. അവിടെ നല്ല സൂപ്പർ തരുണീ മണികളായ പെണ്ണുങ്ങൾ, എന്ന് പറഞ്ഞാൽ ഇച്ചിരി സൂക്കേടൊക്കെ ഉള്ളവന്മാർക്കൊക്കെ പറ്റിയ ഹെവന. 72 കന്യകമാർ, വമ്പൻ. പിന്നെ അവിടെ ഇങ്ങനെ ഒഴുകുന്ന നദി, മധ്യ നദി, കള്ള് നദി ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പം വെള്ളം അടിക്കാം, വെള്ളവും പെണ്ണും, എന്ത് ഹാപ്പിയാണ്. ഞാൻ പറയാം, ഈ ക്രിസ്ത്യാനികൾ പറയുന്ന സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഇസ്ലാമിൻ്റെ സ്വർഗത്തിൽ പോകുന്നതാണ്. വെള്ളം അടിക്കെങ്കിലും ചെയ്യാം, പിന്നെ പെണ്ണ് പിടിക്കുക ആവശ്യമുള്ളവർക്ക് അതും ചെയ്യാം. ആടിച്ച് ജോലി. സ്ത്രീകൾ ഇനി എവിടെ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല, സ്ത്രീകളുടെ അവസ്ഥ എനിക്കറിയത്തില്ല, അവിടെ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളുടെ അവരുടെ സ്വർഗമാണ്. ക്രിസ്ത്യാനിയുടെ സ്വർഗം അവിടെ വീടുണ്ട്, മുന്തിരിത്തോട്ടമുണ്ട്, വീടുണ്ട്, ശരിയാ വീടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ഒരു ബംഗ്ലാവ് ഉണ്ടാക്കി വെച്ച്. എന്തോ കഷ്ട, നീ ഇപ്പോൾ വീട്ടിലല്ലേ താമസിക്കുന്നത്. എത്ര നമ്മൾ ചെറുതായി പോയെന്ന് തെളിവ് നോക്കി. ഹെല്ലും ഹെവനും നമ്മൾ വെച്ചേക്കും. ഞാൻ ഇങ്ങനെയുള്ള ഹെവനിൽ ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിനകത്ത് ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പ്ലേസ് വി ആർ സ്റ്റേ. നമ്മൾ ക്രിസ്തുവിലാണ്. ആ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ട്രിനിറ്റിയുടെ പെരിക്കൊറേസിൻ്റെ നടുവിലാണ് നമ്മൾ. ആ മൂന്ന് വ്യക്തികളുടെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിത്യമായ ഒഴുക്കിൻ്റെ നടുവിൽ, ആ ഉന്മാദത്തിൽ, ആ സന്തോഷ ലഹരിയിലാണ് നിങ്ങളും ഞാനും കോടാകോടി വിശുദ്ധന്മാരും. വേറെ ഒരു പ്ലേസ് അല്ല അവിടുത്തെ വിഷയം. ഇറ്റ്സ് നോട്ട് ദ മാറ്റർ ഓഫ് പ്ലേസ്, ഇസ് ദ പ്ലേസ് where we are in the triune God, enjoying Father, Son and the Holy Ghost. അമേസിംഗ് ആയിരിക്കും. അവിടെ തീറ്റയും കുടിയല്ല ഇവിടുത്തെ പ്രശ്നം. മുസ്ലിങ്ങളെ പറഞ്ഞ പോലെ കള്ളും കുടിച്ച് പെണ്ണുങ്ങളെ പുറകെ പോകുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ക്രിസ്ത്യാനികൾ പറഞ്ഞല്ലോ സ്വച്ഛ ജഡമാംസ എന്തോ തങ്കത്തെരുവീതി, സ്വച്ഛ വായി വരുന്നില്ലല്ലോ, തങ്കത്തെരുവീതി. സ്വർണ്ണത്തിലൂടെ ഇങ്ങനെ നടക്കും. എന്താ സ്വർണ്ണത്തിൽ നടന്ന് എനിക്ക് എന്നെ കിട്ടും? എന്ത് ബോറാന്ന് നോക്കി. നമുക്ക് ആദ്യം ചെല്ലുമ്പോഴൊക്കെ ഒരു പിരിവിരാ തോന്നും, അത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ബോറാ. ഇതൊന്നും നമുക്ക് സന്തോഷം കൊണ്ടുവരത്തില്ല, മനസ്സിലാക്കണം. ഹെവനെ ഹെവനാക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഹെല്ലായത് ദൈവമാണ്. ഇതെല്ലാം ദൈവത്തോടുള്ള ബന്ധം. നമ്മുടെ മനസ്സാണ് പ്രശ്നം. നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു, അതാണ് നമ്മളെ സ്വർഗത്തിലും നരകത്തിലും എത്തിക്കുന്നത്. ആമേൻ. യൂണിവേഴ്സലിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യമായിട്ട് പറഞ്ഞ് നിർത്തുക. വാട്ട് ഈസ് യൂണിവേഴ്സൽ സാൽവേഷൻ കോൺസെപ്റ്റ് ഇൻ ദ ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂ? ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂവിൽ യൂണിവേഴ്സലിസം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഗോസ്പൽ ഈസ് ദ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ എന്നാണ്. ഇൻക്ലൂഷൻ, അതായത് ഇറ്റ് ഈസ് നോട്ട് ദ മാറ്റർ ഓഫ് legal work of the cross, is the matter of inclusion. Christ died for me on behalf of me. That is Western. Eastern concept. Christ died for me എന്നതിൻ്റെ റിയൽ മീനിങ് വരേണ്ടത് ക്രൈസ്റ്റിൻ്റെ കൂടെ ഞാനും കൂടെ മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അതായത് I also included in the death of Christ. അതായത് എനിക്ക് വേണ്ടി ഒരാൾ പോയി മരിക്കുകയല്ല, ആ ആളിൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി. ദാറ്റ്സ് എ റിലേഷൻഷിപ്പാണ്. അറ്റോൺമെൻറ്റ് തിയറി വലിയൊരു വിഷയമാട്ടോ. അപ്പം ഈസ്റ്റേൺ വ്യൂവിൽ ഇൻക്ലൂഷനാണ്, ഹ്യൂമാനിറ്റി ഇൻക്ലൂഡ്. വെൻ ജീസസ് ഡൈഡ് എവറിബഡി ഡൈ. വെൻ ജീസസ് റിസറക്റ്റഡ് എവറിബഡി റിസറക്റ്റഡ്. ഇതൊക്കെ പോസിബിളായി. അതായത് ഈസ്റ്റേൺ വ്യൂവിൽ യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ് happened once for all on the cross of Calvary. Is happened forever. Universal reconciliation is happened, universally accepted, but the universal salvation is not happened yet. അതാണ് ഈസ്റ്റേൺ വ്യൂ. ഈസ്റ്റേൺ വ്യൂവിൽ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുമ്പോൾ നോയിങ് ഡാഡി ഗോഡ്, ദാറ്റ് ഈസ് എറ്റേണൽ ലൈഫ്. നോയിങ് ഡാഡി ഗോഡ്, എക്സ്പീരിയൻഷ്യലി അപ്പനെ അറിയുന്നതാണ് നിത്യജീവൻ. അത്
യൂണിവേഴ്സലി വന്നിട്ടില്ല. മില്യൺസ് ഓഫ് പീപ്പിൾ ആർ they're not aware of it. They're not knowing Daddy God. They're living without the knowledge of the Father God. So that people are not saved. Saved means not saved from hell or heaven. Saved means they are the children of God without knowing. They are the children of living without the knowledge of the Daddy God. That should happen. That's why we are preaching the gospel. Universally accepted, universal atonement has happened, but universally nobody. പിതാവിനെ അറിഞ്ഞ എത്ര പേരുണ്ട് ലോകത്ത്? ക്രിസ്ത്യാനിയുടെ തന്നെ എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. അപ്പം ഡാഡി അറിയുന്നതാണ്, അത് പേഴ്സണലാണ്. സാൽവേഷനൊക്കെ വന്നു കഴിഞ്ഞു, സോളെല്ലാം രക്ഷപ്പെട്ടു. അതായത് അറ്റോൺമെൻറ്റ് കൊണ്ടും റിക്കൺസിലേഷൻ കൊണ്ടും ദൈവത്തിൻ്റെ പക്ഷത്തുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. യൂണിവേഴ്സലി ഹാപ്പൻഡാണ്. പാപങ്ങൾക്കെല്ലാം പരിഹാരം വന്നു, അംഗീകാരം വന്നു, അക്സെപ്റ്റ് ചെയ്തു. ഇത് മൊത്തം ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് മുഴുവൻ കഴിഞ്ഞു. പക്ഷെ മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന് ഇന്നും മനുഷ്യൻ ദൈവത്തോട് റിക്കൺസലായിട്ടില്ല. ഈ സത്യത്തെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. ഈ സത്യത്തിനകത്ത് ഹെല്ല് ഹെവനും അല്ല വിഷയം. ഈ സത്യത്തിനകത്ത് യഥാർത്ഥ വിഷയം പിതാവിനെ അറിയുന്ന റിലേഷൻഷിപ്പാണ്. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ്, ഈസ്റ്റേൺ വ്യൂവിൽ യൂണിവേഴ്സൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന കോൺസെപ്റ്റ് അല്ല, മറിച്ച് യൂണിവേഴ്സലി ജനങ്ങൾ പിതാവിനെ അറിയാതിരിക്കുക. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഭൂമി സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ സർവ്വഭൂമിയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയും. പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം എന്താ? ഗോഡ് ദ ക്രിയേറ്റർ ഈസ് അവർ ഫാദർ. അതിനേക്കാൾ വലിയൊരു നോളജ് ഇല്ല. ആ നോളജ് കൊണ്ട് all earth will be filled. So people will know that there's a God. He's our daddy. Knowing Father personally, ഇത് എല്ലാവർക്കും വന്നേ പറ്റൂ. ഇത് ഒരിക്കലും ഭൂമിയിൽ 77 ബില്യൺ പീപ്പിൾ വന്നിട്ടില്ല. അപ്പം അതിന് നമുക്ക് that's why we are bringing the gospel of reconciliations to the people. That's why we're preaching the gospel. Amen. That's why propagating the kingdom. Kingdom is not established. Kingdom എല്ലായിടത്തും ഇതുവരെ വ്യാപരിച്ചിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സലിസം ഇവിടുത്തത് ഇൻക്ലൂഷനാണ്. ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ഗോസ്പൽ ഓഫ് ദ യൂണിവേഴ്സലിസം. Amen. I love my daddy God. He's the creator of everything. Amen. 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 So this is the three particular views of hell: infernalism, annihilationism, and universalism. These three തോട്ടാണ് ഹെല്ലിനെ കുറിച്ചുള്ള പഠനം. ഈ 3 ഗ്രൂപ്പിലും നമ്മളല്ല. നമ്മൾ ഈ 3 ഗ്രൂപ്പിലും അല്ലെന്ന് മനസ്സിലാക്കിയ, കാരണം ഈ 3 ഗ്രൂപ്പും വെസ്റ്റേൺ വ്യൂ ആണ്. ഈസ്റ്റേൺ വ്യൂവിൽ ഇതില്ല. നമ്മൾ ടോട്ടലി വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഈസ്റ്റേൺ വ്യൂ. ഹൗ ഗോഡ് മാനിഫെസ്റ്റഡ് ഹിസ് ലവ്. നോയിങ് ഡാഡി ഗോഡ്. സാൽവേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജൽപ്പനമല്ല. യേശു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു, ഉയർത്തുന്നു, ഇതൊന്നുമല്ല. ഇതൊക്കെ ചുമ്മാ ലീഗലുള്ള നമ്മളെ പഠിപ്പിച്ച ഇതൊന്നുമല്ല. ഒറിജിനലി പിതാവിനെ അറിയുക. പിതാവിനെ അറിയുമ്പോൾ തന്നെ നിൻ്റെ അടിമത്തം മാറുന്നു, നിൻ്റെ അനാഥത്വം മാറുന്നു, നിൻ്റെ ശൂന്യതകൾ മാറുന്നു. നീ ടോട്ടലി സ്വതന്ത്രനാകും. 100% നീ ഫ്രീ ആകുക. I am very much confident that these messages will change your life forever. You are God's children. So knowing Daddy God, you are reconciled. ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളോട് പറഞ്ഞു, you are already forgiven. Already forgiven. The sins have been forgiven. They are accepted. They are reconciled. ദൈവത്തിന് ഇവരുടെ ശത്രുത്വമില്ല. ഹെവൻ്റെ ഭാഗത്ത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും ഭാഗത്ത് ഹ്യൂമാനിറ്റിയിലെ ഒരാളുമായിട്ടും ദൈവത്തിന് വിരോധമില്ല. എവ്രിബഡി ദൈവത്തിന് അക്സെപ്റ്റഡ് ആണ്. പക്ഷെ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ ഒരുപാട് ആളുകൾ ദേ നെവർ റെസ്പോണ്ട് ടു ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴേ ആ ലവ് ആകത്തുള്ളൂ. ഒരാളെ നാം സ്നേഹിക്കുമ്പോൾ അത് സ്നേഹമാകത്തില്ല. ആ സ്നേഹം എപ്പോഴും പെയിൻഫുൾ ആണ്. If I'm loving a person, that person is not loving me, that is a painful. So if I love a person, that person is loving me, so then only that love will become perfect. That's the God's love. അതാ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ദൈവസ്നേഹം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, അപ്പോഴാണ് ആ സ്നേഹം ഹ്യൂമാനിറ്റിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ്.
I love you, I reconcile you, I forgive all your sins, you are totally forgiven. നീ ജനിച്ചപ്പോൾ ചെയ്തതും മരിക്കാൻ നാൾ ചെയ്യുന്ന എല്ലാ സിൻസിനും എന്നേക്കുമായി പരിഹാരം വന്നിരിക്കും വ്യക്തികൾ. ഫൊർഗീവ്നെസ് എന്ന വിഷയമല്ല ഇതിനകത്ത് വിഷയം. എന്നേക്കുമായിട്ട് പരിഹാരം. അറ്റോൺമെന്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഫൊർഗീവ്നെസ്. ഇന്നലത്തെ ഇന്നത്തെ നാളത്തെ സകല പാപങ്ങൾക്ക് അറ്റോൺമെന്റ് നടന്നു. അറ്റോൺമെന്റ് ഈസ് വാഷ്ഡ് അവേ, ടോട്ടലി അതിനെടുത്ത് മാറ്റിക്കളഞ്ഞു. ടോട്ടൽ ഫൊർഗീവ്നെസ്. People are not responding to that word. Amen. So I want to finish now. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സോ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. നമ്മൾ നിത്യമായ നരകത്തെക്കുറിച്ചുള്ള, ഹെല്ലിനെ കുറിച്ചുള്ള ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നു. ഈ യാത്ര ഏറ്റവും ഭംഗിയായിരിക്കട്ടെ. ഇത്ര നേരം എന്നെ വായിച്ചതിലുള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ തുടർന്നും ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ഇൻബോക്സിൽ നിങ്ങളത് ഇടുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും നിങ്ങളുടെ വലിയ സപ്പോർട്ടും നമുക്ക് ഈ ശുശ്രൂഷയിൽ ആവശ്യമുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിലും മറ്റും ഈ ശുശ്രൂഷയെ ഹോൾഡ് ചെയ്യുക. ആയിരങ്ങൾക്ക് ഈ സത്യം എത്താൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ കരുണയുള്ള ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഡീറ്റെയിൽഡ് ഭാഗത്തിലേക്ക് ഇറങ്ങുകയാണ്. ഓരോ വാക്യങ്ങളും നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഹെറസീസ് നമ്മളിൽ വരാതെ തന്നെ നമ്മൾ അബ്സ്ട്രെയിനിങ് ഫ്രം ഓൾ ദ ഹെറസീസ്. നോ കോൺട്രോവേഴ്സി ഇല്ല. ജസ്റ്റ് വി ആർ ടേക്കിംഗ് ദ ബൈബിൾ, മെഡിറ്റേറ്റിംഗ് ഗോഡ്സ് വേർഡ്. ബൈബിളും ആദിമസഭയുടെയും ഒറിജിനൽ തിയോളജിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. മോർ ദാൻ ദാറ്റ്, ഫോക്കസിങ് ഓൺ അവർ ലൈഫ് ഓൺ ദ ട്രൈൻ ഗോഡ്, എൻജോയിങ് ദ ലൈഫ് ഓഫ് ദ ട്രൈൻ ഗോഡ്, ഫാദർ സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, നോയിങ് ഡാഡി ഗോഡ് ആൻഡ് ലിവിങ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്. ഒത്തിരി പ്രതികൂലങ്ങൾ കാണും, പക്ഷെ നമുക്കൊരു അപ്പനുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നൊരു പിതാവുണ്ട്. ഈ ഒരു റെവലേഷനിൽ നമുക്ക് പോകാൻ സർവശക്തിയുള്ള ദൈവം ഏവർക്കും കൃപ തരട്ടെ. ഇന്ന് രാത്രിയിലും പിതാവിനോടും പുത്രനോടും പരിശുദ്ധ റൂഹയോടും കൂടെയുള്ള ഒരു അനുഗ്രഹീതമായ വിശ്രമം ദൈവം നിങ്ങൾക്ക് തരട്ടെ. കർത്താവിൻ്റെ കയ്യിൽ, അവൻ്റെ മടിയിൽ ചാഞ്ഞു കിടന്നുറങ്ങാൻ സർവശക്തിയുള്ള ദൈവം നമുക്ക് ഏവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വാച്ച് ചെയ്ത എല്ലാവരോടും പ്രത്യേക നന്ദി. എലിസബത്ത് തോമസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു കെ രാജ്, ജോസഫൈൻ, മിനി റെജി, താങ്ക് യു. ജേക്കബ്, രജനി സിസ്റ്റർ, ബിജു റെജി, താങ്ക് യു ബ്രദർ. ഷെറിയാൻ ഫിലിപ്പ് ആൻഡ് മെനി ഓഫ് മൈ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ICF സഹോദരന്മാർ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു രാത്രി. എല്ലാവർക്കും ദൈവം. അജി ബ്രദർ, നിങ്ങളെ ഞാൻ മറന്നിട്ടില്ല. വിൽസൺ ബ്രദർ, ബാബുരാജ് ബ്രദർ, എല്ലാവരെയും ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.